എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ +2 മാത്തമാറ്റിക്സിൻ്റെ എക്സാമിനേഷൻ സ്പെഷ്യൽ ഓണപരീക്ഷയുടെ സ്പെഷ്യൽ വീഡിയോ സീരീസാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്രധാനപ്പെട്ട നിങ്ങൾക്ക് മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് കണ്ട് ഓരോ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റുകൾ ഉൾപ്പെടെ കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോ ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 99.99% പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫംഗ്ഷൻ തന്നിട്ട് ബൈജക്റ്റീവ് ആണെന്ന് ഷോ ചെയ്യുക, അല്ലെങ്കിൽ 1 തെളിയിക്കുക, ഓൺ 2 തെളിയിക്കുക എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് മൊഡ്യൂളിലെ നമുക്ക് സ്ഥിരം കാണുന്ന അല്ലെങ്കിൽ 100% കൺഫേം ചെയ്ത് പറയാവുന്ന ക്വസ്റ്റ്യൻ കൂടിയാണ്. നോക്കാം എങ്ങനെ ചെയ്യാം. ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത ബൈജക്റ്റീവ് ഷോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഒരു 3 മാർക്കോ 4 മാർക്കോ വരെയൊക്കെ സ്കോർ ചെയ്യാനും പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. Let f such that R2R be a function defined by f of x is equal to 4x plus 3. Show that f is bijective. ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്ന് തെളിയിക്കണം. ബൈജക്റ്റീവ് ആണെന്ന് തെളിയിക്കണമെങ്കിൽ ഫംഗ്ഷൻ 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. അപ്പോൾ ആദ്യം എന്ത് തെളിയിക്കണം? നമ്മൾ ഈ ഫംഗ്ഷൻ്റെ 1 തെളിയിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്തൊക്കെയായിരിക്കണം? അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ആദ്യമേ പറയാം. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. ഇത് രണ്ടും ആകുമ്പോഴാണ് ആ ഫംഗ്ഷൻ എന്താവുന്നത്? ബൈജക്റ്റീവ് ആവുന്നത്. 1 വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ്. എന്താണ്? ഇൻജക്റ്റീവ്. ഓൺ 2 വിളിക്കുന്ന മറ്റൊരു പേരാണ് സർജക്റ്റീവ്. അപ്പോൾ ഇൻജക്റ്റീവും സർജക്റ്റീവ് ആകുമ്പോഴാണ്, ഇത് രണ്ടും ആകുമ്പോഴാണ് ആ ഫംഗ്ഷൻ എന്താവുന്നത്? ബൈജക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി 1 തെളിയിക്കുന്ന കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് 1 ആണെന്ന് എങ്ങനെ നമുക്ക് തെളിയിക്കാൻ പറ്റും? 1 ആവണമെങ്കിൽ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ചെയ്താൽ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഒന്നിനൊന്ന് ഫംഗ്ഷൻ 1 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. ഇൻജക്റ്റീവ് അഥവാ 1 ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ചെയ്താൽ ദാറ്റ് ഷുഡ് ഇംപ്ലൈ ദാറ്റ് x1 ഈസ് ഈക്വൽ ടു x2. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ത് ഇംപ്ലൈ ചെയ്ത് കാണിക്കണം? x1 ഈക്വൽ ടു x2 ആണെന്ന് ഇംപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആണ്, അഥവാ 1 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ചെയ്ത് നോക്കാം മക്കളെ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് എടുത്ത് എഴുതിക്കേ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരാ? ഹിയർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x plus 3. ഓക്കെ, എഫ് ഓഫ് x1 എന്ന് പറയുമ്പോൾ അതാണ്ട് ഇവിടെ x മാറി x1 ആയി. അപ്പോൾ ഇവിടെ x മാറ്റി x1 ആക്കണം. 4x1 plus 3 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ 4x2 plus 3. ഓക്കെ ആണേ. അപ്പോൾ ഇവിടെ നമുക്ക് 3യും 3യും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് കിട്ടും? 4x1 ഇസ് ഈക്വൽ ടു 4x2. 4 ക്യാൻസൽ ചെയ്താൽ x1 ഇസ് ഈക്വൽ ടു x2 എന്ന് കിട്ടും. അവിടെ നിന്ന് മനസ്സിലായി. Therefore f of x1 is equal to f of x2 implied that x1 is equal to x2. Therefore f is 1 f എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായി? 1 ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായി. 1ന്റെ കഥ പിടികിട്ടിയല്ലോ. ഇനി ഓൺ 2 ആവണം അഥവാ സർജക്റ്റീവ് ആവാനുള്ള കണ്ടീഷനാണ് കോഡൊമെയിൻ ഇസ് ഈക്വൽ ടു റേഞ്ച് എന്ന് പറയുന്ന കണ്ടീഷൻ. കോഡൊമെയിൻ ഇസ് ഈക്വൽ ടു റേഞ്ച്. ഒരു ഫംഗ്ഷൻ ഓൺ 2 അല്ലെങ്കിൽ സർജക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സെയിം ആവണം? കോഡൊമെയിനും റേഞ്ചും തുല്യമാവണം. ഇനി എന്താണ് കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ? കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ആ എ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ്റെ ഡൊമെയിൻ, അല്ലേ? ബി സെറ്റിനെ വിളിക്കുന്ന പേരാണ് കോഡൊമെയിൻ. കോഡൊമെയിൻ. ഈ കോഡൊമെയിൻ എന്ന് പറയുന്ന ആള് റേഞ്ചിന്റെ സബ്സെറ്റ് ആവാം, അല്ലെങ്കിൽ റേഞ്ചിന് തുല്യമാവാം. നിങ്ങളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. കോഡൊമെയിൻ സബ്സെറ്റ് ഓർ ഈക്വൽ ടു റേഞ്ച്. ഇനി എന്താണ് റേഞ്ച്? എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ ഫംഗ്ഷനിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന വിലകൾ, ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടുകൾ, എക്സിന് കൊടുക്കുന്ന വിലകൾ, അതിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. അന്നേരം എനിക്ക് എഫ് ഓഫ് എക്സ് തരുന്ന വിലകൾ, അതായത് ഔട്ട്പുട്ട് കിട്ടുന്ന വിലകൾ, അതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുക. റേഞ്ച്, ശരിയല്ലേ?
ഇനി റേഞ്ചിനെ നമുക്ക് ആ രീതിയിൽ ഡയറക്റ്റ്ലി ഡിഫൈൻ ചെയ്യാം. ഇൻഡയറക്റ്റ്ലി എങ്ങനെ ഡിഫൈൻ ചെയ്യാം റേഞ്ചിനെ? ഇൻഡയറക്റ്റ്ലി ഉള്ള ഡെഫിനിഷനാണ് നമ്മൾ ഓൺ ടു തെളിയിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഓൺ ടു തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫംഗ്ഷൻ്റെ പ്രതിലോമം ഇൻവേഴ്സ് നമുക്ക് കിട്ടും. ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻവേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ പറയാൻ പറ്റും. ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ ഡൊമെയിനാണ് റേഞ്ച്. ശ്രദ്ധിക്കണേ, റേഞ്ചിൻ്റെ ഒരു ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു, ഫംഗ്ഷനിൽ നിന്ന് ഡയറക്റ്റ്ലി കിട്ടുന്ന ഔട്ട്പുട്ട്. ഇനി ഓൺ ടു തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എങ്ങനെ ഓൺ ടു തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉറപ്പായിട്ട് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് നമുക്ക് കിട്ടും. ആ ഇൻവേഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? ഇൻവേഴ്സ് വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഓൺ ടു പറയാം? അതായത് ഓൺ ടു പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കോഡൊമെയിനും വേണം, റേഞ്ചും വേണം. ആ ഇൻവേഴ്സ് വെച്ചുകൊണ്ട് എങ്ങനെ റേഞ്ച് പറയാം? ആ ഇൻവേഴ്സിൻ്റെ ഡൊമെയിനാണ് റേഞ്ച്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. റേഞ്ചിൻ്റെ ഒരു ഡെഫിനിഷൻ ഒന്ന് എഴുതി വെച്ചേ. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് ഡൊമെയിൻ ഓഫ് എഫ് ഇൻവേഴ്സ് ഈസ് ദ റേഞ്ച് ഓഫ് എഫ്. റേഞ്ച് ഓഫ് എഫ് ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ ഡൊമെയിനാണ് ആ ഫംഗ്ഷൻ്റെ റേഞ്ച്. ഒന്നുകൂടെ പഠിച്ചേ മക്കളെ, ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ ഡൊമെയിനാണ് ഫംഗ്ഷൻ്റെ റേഞ്ച്. കോഡൊമെയിൻ എനിക്ക് ഒറ്റ നോട്ടത്തിൽ കിട്ടും. നോക്കിക്കേ, ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. അപ്പോൾ ഈ കാണുന്ന രണ്ടാമത്തെ സെറ്റ് റിയൽ നമ്പർ, അതാണ് കോഡൊമെയിൻ. അപ്പോൾ ഓൺ ടു തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം തന്നെ എഴുതി വെക്കുന്നതാണ്. ഈ കോഡൊമെയിൻ അങ്ങ് എഴുതി വയ്ക്കാം. ഓക്കെ, അത് റേഞ്ചിന് തുല്യമായി കഴിഞ്ഞാൽ, ഈക്വൽ ടു റേഞ്ച് ആയി കഴിഞ്ഞാൽ, കണ്ടു നോക്ക്, കോഡൊമെയിൻ ഈക്വൽ ടു റേഞ്ച് ആയി കഴിഞ്ഞാൽ സർജക്റ്റീവ് കണ്ടീഷൻ ശരിയായി. അതായത് ഓൺ ടു ശരിയായെന്ന അർത്ഥം. പിടികിട്ടിയോ? നോക്ക്, അപ്പോൾ ഓൺ ടു തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ആദ്യം എന്ത് വേണം? കോഡൊമെയിൻ വേണം. കോഡൊമെയിൻ വേണം. കോഡൊമെയിൻ പറഞ്ഞേ മക്കളെ. കോഡൊമെയിൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ബി സെറ്റിനെ വിളിക്കുന്ന പേരാണ് കോഡൊമെയിൻ. അപ്പോൾ ഇവിടെ ബി സെറ്റ് ആരാ? റിയൽ നമ്പറാണ്. അപ്പോൾ കോഡൊമെയിൻ എന്ന് പറയുന്നത് എന്ത് കിട്ടി? റിയൽ നമ്പർ. ഇനി ഈ കോഡൊമെയിൻ, ഇപ്പോൾ കിട്ടിയ കോഡൊമെയിൻ തന്നെയാണ് റേഞ്ച് എന്ന് ഞാൻ തെളിയിച്ച് കാണിക്കണം. ശരിയല്ലേ? പറഞ്ഞേ. അപ്പോൾ അതിനുവേണ്ടി ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എടുക്കണം. ഇൻവേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സിനെ നമ്മൾ വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഇത് സോൾവ് ചെയ്തിട്ട് നമ്മൾ എന്തിൻ്റെ വില കണ്ടുപിടിക്കണം? എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. ഓക്കെ, ആ എക്സിൻ്റെ വിലയാണ് ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ്. ശരിയല്ലേ? നോക്ക്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരാടാ? 4x+3. അതായത് 4x+3 ഈസ് ഈക്വൽ ടു വൈ. അവിടുന്ന് 4x ഇസ് ഈക്വൽ ടു വൈ മൈനസ് 3. എക്സ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് 3/4. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ രൂപത്തിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ വൈയുടെ ടേംസിലും എഴുതാം. സാധാരണഗതിയിൽ നമ്മൾ എക്സിൻ്റെ ടേംസിലാണ് എഴുതുന്നത്. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്, ഈ എക്സിൻ്റെ വിലയാണ് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ്. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ വൈ മാറ്റിക്കൊണ്ട് എക്സ് മൈനസ് 3/4. അതായത് ഈ എക്സ് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ടേംസിൽ തന്നെ എഴുതുകയാണെങ്കിൽ വൈയും കൂടെ അങ്ങ് എക്സ് ആക്കിക്കോണം. എക്സ് മൈനസ് 3/4. ഇതാണ് ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ്. ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ ഡൊമെയിനാണ് ആ ഫംഗ്ഷൻ്റെ റേഞ്ച്. നോക്കണം മക്കളെ, ഡൊമെയിൻ ഓഫ് എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാടാ, ഡൊമെയിൻ ഓഫ് എഫ് ഇൻവേഴ്സ്, ഡൊമെയിൻ ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. നോക്ക്, അപ്പോൾ ഡൊമെയിൻ കൊടുക്കുമ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഡൊമെയിൻ കൊടുക്കുമ്പം മക്കളെ ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള രീതിയിലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡൊമെയിൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? ഒരു ഫംഗ്ഷന് നമ്മൾ ഡൊമെയിൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഡൊമെയിൻ കൊടുക്കുന്ന സമയത്ത് ആ ഡൊമെയിൻ കൊടുക്കുന്ന വിലകളിൽ ആ ഫംഗ്ഷൻ നിർവചിക്കപ്പെട്ടതായിരിക്കണം, ഡിഫൈൻഡ് ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ മക്കളെ, നമ്മൾ ഡിഫൈൻഡ് അല്ലാത്ത കണ്ടീഷൻ ഏതൊക്കെയാണെന്ന് പഠിക്കണ്ടേ? എങ്കിലല്ലേ ഡിഫൈൻഡ് ആണോ അല്ലേ തിരിച്ചറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഡിഫൈൻഡ് അല്ലാത്ത കണ്ടീഷൻ നോക്കിക്കോണേ മക്കളെ. ലോഗിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് നിർവചിക്കപ്പെട്ടിട്ടില്ല. ഡിവിഷൻ എന്തോ ആയിക്കോട്ടെ, സംതിങ് ഡിവിഷൻ ബൈ 0 വന്നു കഴിഞ്ഞാൽ, മുകളിൽ എന്തോ ആയിക്കോട്ടെ, ഡിവിഷൻ ബൈ 0 വന്നു കഴിഞ്ഞാൽ അത് നിർവചിക്കപ്പെട്ടിട്ടില്ല. റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് നിർവചിക്കപ്പെട്ടിട്ടില്ല. ഡിവിഷൻ ബൈ റൂട്ടിനുള്ളിൽ 0 വന്നു കഴിഞ്ഞാൽ നിർവചിക്കപ്പെട്ടിട്ടില്ല. ഡിവിഷൻ ബൈ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നാൽ നിർവചിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ കാണുന്ന ആൾക്കാരെ ഒന്നും ഡിഫൈൻഡ് അല്ലാത്ത, നിർവചിക്കപ്പെട്ടിട്ടില്ലാത്ത രൂപങ്ങളാണ്. ശരിയല്ലേ? സാധാരണഗതിയിൽ നമ്മൾ ഡൊമെയിൻ എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് പഠിച്ചു വയ്ക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ടേ നമ്മൾ ഡൊമെയിൻ എഴുതത്തുള്ളൂ. റിയൽ നമ്പറിൽ നിന്നും ഈ പ്രോപ്പർട്ടീസ് സംഭവിക്കുന്ന വിലകളെ ഒഴിവാക്കിക്കൊണ്ടേ നമ്മൾ സാധാരണഗതിയിൽ ഡൊമെയിൻ എഴുതാറുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സോ കോൾഡ് പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. റൂട്ടിനകത്ത് നെഗറ്റീവ് വരാൻ റൂട്ടില്ല. ഡിവിഷൻ ബൈ 0 വരുന്നില്ല, ഡിവിഷൻ ബൈ 4 ഉള്ളു. എക്സിനപ്പോൾ ഞാൻ ഏത് വില സ്വീകരിച്ചാലും എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? എക്സിന് എനിക്ക് ഏത് വിലയും കൊടുക്കാം. എക്സിന് ഏത് വില വേണമെങ്കിലും സ്വീകരിക്കാം. ശരിയല്ലേ?
എക്സിന് ഏത് വില വേണമെങ്കിലും സ്വീകരിക്കാൻ കഴിയാത്ത വിലകൾ വല്ലതും ഉണ്ടോ? ഉണ്ടാവണമെങ്കിൽ ഈ കാണുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവണമായിരുന്നു. റൂട്ടിനകത്ത് നെഗറ്റീവ് വരാൻ റൂട്ടില്ല. ഡിവിഷൻ ബൈ 0 വരുന്ന കണ്ടീഷനില്ല. ഡിവിഷൻ ബൈ 4 ഉള്ളൂ. റൂട്ടിനകത്ത് നെഗറ്റീവ് വരാനായിട്ട് റൂട്ടില്ല. ലോഗിനകത്ത് നെഗറ്റീവ് വരാനോ, പിന്നെ ലോഗിനകത്ത് 0 നോട്ട് ഡിഫൈൻഡ് ആണ്. ലോഗിനകത്ത് 0 നോട്ട് ഡിഫൈൻഡ് ആണ്. ലോഗിനകത്ത് 0 നെഗറ്റീവ് വരാനായിട്ട് ലോഗരിതം ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് റിയൽ നമ്പർ വേണമെങ്കിലും എനിക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാം. നോട്ട് ഡിഫൈൻഡ് കണ്ടീഷൻ വരത്തേ ഇല്ല. അപ്പോൾ ഡൊമൈൻ ഓഫ് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പറാണ്. ഡൊമൈൻ ഓഫ് എഫ് ഇൻവേഴ്സ് ആണ് റേഞ്ച് ഓഫ് എഫ്. ശരിയല്ലേ? അത് പ്രകാരം എനിക്കെന്ത് മനസ്സിലായി? ദെർഫോർ റേഞ്ച് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു റിയൽ നമ്പേഴ്സ്. റേഞ്ച് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു റിയൽ നമ്പേഴ്സ്. ഓക്കെ ആണേ? ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സാണ്. കിട്ടിയോ മക്കളെ? ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണ്? റിയൽ നമ്പേഴ്സ്. കോഡൊമൈനും ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു റിയൽ നമ്പേഴ്സ്. രണ്ടും സെയിം ആയിട്ട് വന്നല്ലോ. കോഡൊമൈനും റേഞ്ച് സെയിം ആയിട്ട് വന്നല്ലോ. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ആ ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് മനസ്സിലായി. ശരിയല്ലേ? ദെർഫോർ കോഡൊമൈൻ ഇസ് ഈക്വൽ ടു റേഞ്ച്. കോഡൊമൈൻ ഇസ് ഈക്വൽ ടു റേഞ്ച്. ദെർഫോർ എഫ് ഈസ് ഓൺ ടു. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെയുള്ള ഫംഗ്ഷനാണ്? ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ഇത് രണ്ടുമായതുകൊണ്ട് സിൻസ് എഫ് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു, ദെർഫോർ എഫ് ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എഴുതി നിങ്ങൾ കൺക്ലൂഡ് ചെയ്യണം. നിങ്ങൾ അവസാനം എഴുതി വെക്കേണ്ട സ്റ്റെപ്പ് എന്തോ മക്കളെ? ഇത് രണ്ടും എഴുതിയതിനു ശേഷം സിൻസ് എഫ് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു, എഫ് ഈസ് ക്ലിയർലി എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അത്ര എഴുതി നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. ഈ ചോദ്യത്തിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. പിന്നെ ബാക്കി എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടി, ലിങ്ക്ഡ് ആയിട്ടുള്ള ഫാക്ട്സ് പഠിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. നിങ്ങൾ എക്സാമിന് പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ പോവാം. രണ്ടാമത്തെ ചോദ്യം. കൺസിഡർ ദ സെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4, ബി ഇസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ഇ എഫ്. ലെറ്റ് എഫ് സച്ച് ദാറ്റ് എ ടു ബി ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എപ്പോഴും അല്ലെങ്കിൽ സെറ്റിൻ്റെ രൂപത്തിൽ ഓടയുടെ പേരായിട്ട് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ തന്നു കഴിഞ്ഞാൽ ആരോ ഡയഗ്രാം വരച്ച് ചെയ്യുന്നതാണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് എളുപ്പമുള്ള മെത്തേഡ്. പിന്നെ 1 1 ഓൺ ടു ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഉടനെ തന്നെ ആരോ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. നോക്ക്, ആൻസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരോ ഡയഗ്രാം വരച്ചുകൊണ്ട് തുടങ്ങണേ. എ എന്ന് ഒരു എലിപ്റ്റിക്കൽ ഷേപ്പാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇതാണ് നമ്മുടെ എ സെറ്റ്, ഇതാണ് നമ്മുടെ ബി സെറ്റ്. ഓക്കെ, എ സെറ്റിനകത്തുള്ള എലമെൻറ്റുകളാണ് 1 2 3 4. ബി സെറ്റിനകത്തുള്ള എലമെൻറ്റുകളാണ് എ ബി സി ഡി ഇ എഫ്. എ ബി സി ഡി ഇ എഫ്. ഓക്കെ ആണേ? ഇനി ആ ഫംഗ്ഷൻ അവർ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ പ്രകാരം നമ്മൾ ആരോ ഡയഗ്രാം മാർക്ക് ചെയ്യണം. നോക്ക്, 1 നിന്ന് എയിലേക്ക് ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ 1 നിന്ന് എയിലേക്ക് ഒരു ആരോ മാർക്ക്. 2 നിന്ന് ബിയിലേക്ക് റിലേഷൻ ഉണ്ട്. അപ്പോൾ 2 നിന്ന് ബിയിലേക്ക് ഒരു ആരോ മാർക്ക്. 3 നിന്നും ഡിയിലേക്ക് റിലേഷൻ ഉണ്ട്. 3 നിന്ന് ഡിയിലേക്ക് ഒരു ആരോ മാർക്ക്. 4 നിന്നും സിയിലേക്ക് റിലേഷൻ ഉണ്ട്. 4 നിന്നും സിയിലേക്ക് ഒരു ആരോ മാർക്ക്. ഓക്കെ ആണല്ലോ? ഇനി 1 1 ആണോ ഓൺ ടു ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കണേ, ആരോ ഡയഗ്രാം നോക്കിക്കൊണ്ട് നമുക്ക് പറയാം. 1 1 ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എവരി എലമെന്റ് ഇൻ എ ഷുഡ് ഹാവ് എ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഇൻ ബി. എയിലുള്ള എല്ലാ എലമെന്റ്സിനും എവരി എന്നുള്ള എല്ലാ എലമെന്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയല്ലോ. എല്ലാ എലമെന്റ്സിൽ നിന്നും ആരോ മാർക്ക് പോകുന്നുണ്ട്. ശരിയല്ലേ? ഷുഡ് ഹാവ് എ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ്, വ്യത്യസ്തമായ ഇമേജ് ഇൻ ബി. ബിയിലുള്ള ഇമേജുകൾ വ്യത്യസ്തമായിരിക്കണം. നോക്ക്, അതായത് ഒരു എലമെന്റിലേക്ക് ഒന്നിലധികം ആരോ മാർക്കുകൾ വരുന്നുണ്ടോ നോക്കിയാൽ മതി. അതായത് കോഡൊമൈനിലുള്ള ഏതെങ്കിലും ഒരു എലമെന്റിന് 2 പ്രീ ഇമേജുകൾ വരാൻ പാടില്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കോഡൊമൈനിലുള്ള ഒരു എലമെന്റിലേക്ക് ഒന്നിലധികം ആരോ മാർക്കുകൾ വരാൻ പാടില്ല. അങ്ങനെ വരുന്നൊരു ഓപ്ഷൻ ഇതിനകത്തില്ലല്ലോ. ശരിയല്ലേ? ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് എന്ന് പറയണം. അതായത് ഇപ്പോൾ നോക്ക്, ഇവിടെ സിയിലേക്ക് ഒരു ആരോ മാർക്ക് വന്നു. ഇപ്പോൾ ഇവിടെ 5 എന്നുള്ളൊരു എലമെന്റ് അടുത്ത് ഉണ്ടാന്ന് വെച്ചോളൂ എയിൽ. അവിടെ നിന്നും കൂടെ സിയിലേക്ക് ഒരു ആരോ മാർക്ക് ഉണ്ടെങ്കിൽ എന്തായി? എവരി എലമെന്റ് ഇൻ എ എന്നുള്ള കണ്ടീഷൻ ഓക്കെ ആയി. അപ്പോൾ ഫംഗ്ഷൻ തന്നെയാണ്. ഫംഗ്ഷൻ ആവണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റിനും നമ്മുടെ റിലേഷൻ പോയിട്ടുണ്ടാവണം. അപ്പോൾ ഫംഗ്ഷൻ ആണ്. പക്ഷേ ആ ഫംഗ്ഷൻ 1 1 ആണോ? അല്ല. കാരണം സിയിലേക്ക് എന്താണ് 4ന്റെ ഇമേജും സി വരും. അടുത്തൊരു 5 ഉണ്ടായിരുന്നെങ്കിൽ 5 നിന്ന് സിയിലേക്ക് ഒരു ആരോ മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ 5ന്റെ ഇമേജും സി വന്നേനെ. അപ്പോൾ 2 എലമെന്റുകൾക്ക് ഒരു ഇമേജ്, അതൊരിക്കലും പറ്റത്തില്ല. 1 1 ആവണമെന്നുണ്ടെങ്കിൽ 1 എവരി എലമെന്റ് ഇൻ എ ഷുഡ് ഹാവ് 1 and only 1 ഇമേജ് ഇൻ ബി. അപ്പോൾ ഇവിടെ ആ കണ്ടീഷൻ ശരിയാ. ഒരു എലമെന്റിലേക്ക് ഒന്നിലധികം ആരോ മാർക്കുകൾ വരാത്തിടത്തോളം കാലം നമുക്ക് എന്ത് പറയാം? ഈ കാണുന്ന സാധനം 1 1 ആണെന്ന് പറയാം. ശരിയല്ലേ?
അപ്പോൾ നിങ്ങൾ വാക്കുകളിൽ ഇങ്ങനെ എഴുതണം. ഫ്രം ദ ആരോ ഡയഗ്രാം ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എവരി എലമെന്റ് ഇൻ എ ഹാസ് only one image in B. എയിലുള്ള എല്ലാ എലമെൻറ്റുകൾക്കും ബിയിൽ ഒരേ ഒരു ഇമേജേ ഉള്ളൂ. ദെർഫോർ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? എഫ് ഈസ് 1 ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ 1 കാര്യത്തിൽ തീരുമാനമായി. ഇനി അടുത്ത എന്താണ്? ഓൺ ടുവിൻ്റെ കാര്യം നോക്കാം. ഓൺ ടു ആവണമെന്നുണ്ടെങ്കിൽ കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് ആവണം. കോഡൊമൈൻ എന്താണെന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ മക്കളെ? ഇപ്പോൾ എഫ് സച്ച് ദാറ്റ് എ ടു ബി ആണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ബി സെറ്റിനെ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ, അല്ലേ? അപ്പോൾ ആദ്യം എന്ത് എഴുതി വയ്ക്കാം? കോഡൊമൈൻ എഴുതി വയ്ക്കാം. കോഡൊമൈൻ ഇസ് ഈക്വൽ ടു ഇവിടെ ബി സെറ്റ് ആരാ? എ ബി സി ഡി ഇ എഫ്. ഇനി ആരോ ഡയഗ്രത്തിൽ നിന്ന് എങ്ങനെയാണ് മക്കളെ റേഞ്ച് എഴുതുന്നത്? റേഞ്ച് എഴുതണം എന്നുണ്ടെങ്കിൽ ആരോ മാർക്കുകൾ ചെന്ന് വീഴുന്ന എലമെൻറ്റുകളുടെ കളക്ഷനാണ് റേഞ്ച്. അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നോക്കിക്കൊണ്ട് പറയാം. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നോക്കിക്കൊണ്ട് എങ്ങനെ റേഞ്ച് പറയുന്നത്? ദ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ്സ് ഇൻ ദ ഓർഡേർഡ് പെയർ ഇസ് കോൾഡ് റേഞ്ച് എന്ന് പറയാം. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ഇൻ ദ ഓർഡേർഡ് പെയർ ഇസ് കോൾഡ് ഡൊമൈൻ. ശരിയല്ലേ? യെസ്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് ആരോമാർക്കുകൾ ചെന്ന് വീഴുന്ന എലമെന്റുകൾ എയിലേക്കും ബിയിലേക്കും സിയിലേക്കും ഡിയിലേക്കുമാണ് ആരോമാർക്കുകൾ ചെന്ന് വീഴുന്നത്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് എ ബി സി ഡി രണ്ടും സെയിം ആണോ? രണ്ട് സെറ്റുകൾ സെയിം ആണോ എന്നുണ്ടെങ്കിൽ ഈ സെറ്റിലുള്ള എല്ലാ എലമെന്റുകളും ഇവിടെ ഉണ്ടായിരിക്കണം. ഇയും എഫും നമുക്ക് റേഞ്ചിനകത്തില്ല. ശരിയല്ലേ? ഇപ്പോൾ കോഡൊമൈനും റേഞ്ചും തമ്മിൽ തുല്യമാണോ? തുല്യമല്ല, അല്ലേ? കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച്. കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച്. അവിടുന്ന് എന്ത് പറയാം? ദെർഫോർ എഫ് ഈസ് നോട്ട് ഓൺ ടു. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെയുള്ള ഫംഗ്ഷൻ അല്ല? ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന്റെ കൺക്ലൂഷൻ എന്താണ്? 1 ഓർ ഓൺ ടു ആണോ എന്നാണ് ചോദ്യം. എഫ് ഈസ് 1 ബട്ട് നോട്ട് ഓൺ ടു എന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതണം. ഓക്കെ, ദെർഫോർ ഫൈനൽ കൺക്ലൂഷൻ എന്താണ്? എഫ് ഈസ് 1 ബട്ട് നോട്ട് ഓൺ ടു. 1 ആണ്, പക്ഷെ എന്തല്ല? ഓൺ ടു അല്ല എന്നെഴുതി നമുക്ക് എന്ത് ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ചോദ്യം നോക്കാം. Show that the function f such that n to n defined by f of x is equal to 2x is 1 but not on 2. ഓക്കെ, ശ്രദ്ധിക്കണേ. നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ഡിഫൈൻ ചെയ്യപ്പെട്ടുള്ള ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x എന്ന ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ 1 ആണ്, പക്ഷേ ഓൺ ടു അല്ല എന്ന് തെളിയിക്കണം. ഓക്കെ, നോക്ക്, ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ എക്സാമിന്. അപ്പോൾ ആദ്യം 1 നോക്കാം നമുക്ക്. 1 ആവണം എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇക്വേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ചെയ്തു വരുമ്പോൾ എന്ത് കിട്ടണം? x1 ഈക്വൽ ടു x2 കിട്ടണം. ശരിയല്ലേ? അതായത് 2x1 ഇസ് ഈക്വൽ ടു 2x2 എന്ന് കിട്ടും, അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. എഫ് ഓഫ് എക്സ് 1 എന്ന് പറഞ്ഞാൽ 2x1, എഫ് ഓഫ് എക്സ് 2 എന്ന് പറഞ്ഞാൽ 2x2. 2 കട്ട് ചെയ്തെടുക്കാം. ബാക്കി എന്ത് കിട്ടും? x1 ഇസ് ഈക്വൽ ടു x2. ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി? ദെർഫോർ എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈഡ് ദാറ്റ് x1 is equal to x2. Therefore f is എന്താണെന്ന് മനസ്സിലായി? 1 ആണെന്ന് മനസ്സിലായി. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുത്തപ്പോൾ എനിക്ക് x1 ഈക്വൽ ടു x2 കിട്ടി. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? 1 ഫംഗ്ഷനാണ്. 1 ആണെന്ന് തെളിയിക്കുന്ന കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായി. ഇനിയിപ്പോൾ എന്താണ്? ഓൺ ടു അല്ലാന്ന് തെളിയിക്കണം. അല്ലാന്ന് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ അല്ലാന്ന് തെളിയിച്ച് കാണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചാൽ നമുക്ക് എളുപ്പം തെളിയിക്കാം. നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എടുത്തുകൊണ്ട് തെളിയിക്കേണ്ട ആവശ്യമില്ല. ഓൺ ടു അല്ലാന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചാൽ മതി. ഓക്കെ, ഓൺ ടു അല്ലാന്ന് തെളിയിക്കാനാണ് ചോദ്യം. നോക്ക്, ഹിയർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? 2x എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിന് ലഭിക്കുന്ന വിലകൾ കോഡൊമൈനിൽ ഉണ്ടായിരിക്കണം. കാരണം എഫ് ഓഫ് എക്സിന് ലഭിക്കുന്ന വിലകളെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത്. ആ റേഞ്ച് കോഡൊമൈൻ്റെ സബ്സെറ്റോ കോഡൊമൈൻ്റെ തുല്യമോ ആയിരിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സിന് ലഭിക്കുന്ന വിലകൾ കോഡൊമൈൻ ആയിട്ടുള്ള ഈ നാച്ചുറൽ നമ്പറിൽ ഉണ്ടായിരിക്കണം. ശരിയാണല്ലോ? ശരിയല്ലയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്ക്, ഈ എഫ് ഓഫ് എക്സിന് ഞാൻ 1 എന്നുള്ളൊരു വില കൊടുക്കുകയാണ്. 1 നാച്ചുറൽ നമ്പറിലുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടും? 2x ഇസ് ഈക്വൽ ടു 1 നിന്നും x ഇസ് ഈക്വൽ ടു 1/2 കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ ഡൊമൈൻ. എക്സിന് ഞാൻ കൊടുക്കുന്ന വിലകളെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. പക്ഷെ ഡൊമൈൻ ഇവിടെ നാച്ചുറൽ നമ്പറാണ്.
1/2 നാച്ചുറൽ നമ്പറിൽ പെടുന്നില്ല. ഡസിൻ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. ഡസിൻ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. ഓക്കെ ആണേ. ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലായി. കോഡൊമൈൻ ഒരിക്കലും എന്തിന് സെയിം ആവുന്നില്ല? റേഞ്ചിന് സെയിം ആവുന്നില്ല. കാരണം എന്താണ്? ഇവിടെ എനിക്ക് 1/2 ഒരിക്കലും ഡൊമൈനായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ? ദെർഫോർ ഇത്ര എഴുതി വെച്ചാൽ മതി. ഈ ഒരൊറ്റ കൗണ്ടർ എക്സാമ്പിൾ എഴുതി വെച്ചാൽ മതി. ഇത്രയും കാണുമ്പോൾ തന്നെ അതിൻ്റെ പ്രൂഫായി. ഇനി നിങ്ങൾ വാക്കുകൾ എഴുതിയൊന്നും ബുദ്ധിമുട്ടണ്ട. ഇത്ര എഴുതി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ 1/2 ഡസിൻ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ എന്ന ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതി. ഓക്കെ, നമ്മൾ എടുത്ത 1 നാച്ചുറൽ നമ്പറിൽ നിന്നുള്ളതാണ്. അന്നേരം കിട്ടിയ 1/2 സോൾവ് ചെയ്ത് കിട്ടിയ 1/2 നാച്ചുറൽ നമ്പറിലില്ല. അത്ര എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം? ദെർഫോർ എഫ് ഈസ് നോട്ട് ഓൺ ടു എന്ന് എഴുതി വെച്ചാൽ ഫുൾ മാർക്കായി. എഫ് എന്താവുന്നില്ല? ഓൺ ടു ആവുന്നില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഐഡിയ പിടികിട്ടിയല്ലോ മക്കളെ. അപ്പോൾ ഇതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ചോദ്യത്തിന് 2 ഭാഗങ്ങളുണ്ട്, 2 പാർട്ടുകളുണ്ട്. അപ്പോൾ അതിലെ ആദ്യത്തെ പാർട്ട് നോക്കിയേ. വെൻ ദ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി റിഫ്ലക്സീവ്. ഓക്കെ, റിലേഷൻ എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങൾ 3 കാര്യങ്ങൾ ഓർത്തിരിക്കണം. റിലേഷൻ എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് റിലേഷൻസ് ഉണ്ട്. 1 റിഫ്ലക്സീവ്, 2 സിമെട്രിക്, 3 ട്രാൻസിറ്റീവ്. ഒരു റിലേഷൻ ഇത് 3 ആവുകയാണെങ്കിൽ, റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ഇത് 3 ആവുകയാണെങ്കിൽ ആ റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിവാലൻസ് റിലേഷൻ. എന്താണ് ഇക്വിവാലൻസ് റിലേഷൻ? ഓക്കെ, റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയിൽ നിന്ന് എയിലേക്ക് തന്നെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സീവ് റിലേഷൻ. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്കും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്കും റിലേഷൻ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിമെട്രിക്. എന്താണ് സിമെട്രിക്? ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ ആൻഡ് ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ എയിൽ നിന്ന് സിയിലേക്ക് കൂടി ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, അത് നമുക്കൊന്ന് എഴുതാം. റിഫ്ലക്സിൻ്റെ കണ്ടീഷനാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. നോക്കിയോ, റിഫ്ലക്സീവ് ആവാനുള്ള കണ്ടീഷൻ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് മേടിക്കാവുന്ന മാർക്കാണ്. നോക്കിയേ, ദ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഇസ് സെറ്റ് ടു ബി റിഫ്ലക്സീവ്. റിഫ്ലക്സീവ് ആവുന്ന എപ്പോഴാണ്? എ കോമ എ, അതായത് എയിൽ നിന്ന് എയിലേക്ക് റിലേഷൻ ഉണ്ടായിരിക്കണം. ബിലോങ്സ് ടു ദ റിലേഷൻ എ കോമ എ ആ റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഫോർ ഓൾ, എല്ലാ സ്മോൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എയിലുള്ള ഏതൊരു എലമെന്റ്, ക്യാപിറ്റൽ എ എന്നുള്ള സെറ്റിലുള്ള ഏതൊരു എലമെന്റ് എ എടുത്താലും എ കോമ എ റിലേഷനിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റിലേഷൻ എന്താണെന്ന് പറയാം? റിഫ്ലക്സീവ് ആണെന്ന് പറയാം. ഓക്കെ, റിഫ്ലക്സീവ് ആണെന്ന് പറയാം. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ റിഫ്ലക്സീവ് റിലേഷൻ. പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? ആർ ഈസ് റിഫ്ലക്സീവ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൽ മക്കളെ റിഫ്ലക്സീവ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇത്ര എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് കിട്ടും. ഓക്കെ, സിമെട്രിക്കും ട്രാൻസിറ്റീവും ചോദിച്ചിട്ടില്ല ഈ ചോദ്യത്തിൽ. പക്ഷെ പരീക്ഷയ്ക്ക് മേ ബി ചോദിക്കുന്നത് എന്താവാം? സിമെട്രിക്കോ ട്രാൻസിറ്റീവോ ആവാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് രണ്ടും കൂടെ എഴുതി വയ്ക്കാം. സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എ കോമ ബി ബിലോങ്സ് ടു ദ റിലേഷൻ. എ കോമ ബി റിലേഷനിലുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ഇംപ്ലൈ ദാറ്റ് ബി കോമ എയും കൂടെ ആ റിലേഷനിൽ ഉണ്ടാവണം. ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർ ഈസ് സിമെട്രിക് എന്ന് പറയാം. ആ റിലേഷൻ എങ്ങനെയുള്ള റിലേഷനാണ്? സിമെട്രിക് ആയിട്ടുള്ള റിലേഷനാണ്. ഓക്കെ ആണേ. പിന്നെ ട്രാൻസിറ്റീവ് ആവുന്ന കണ്ടീഷൻ എന്തായിരിക്കും? എ കോമ ബി ബിലോങ്സ് ടു ദ റിലേഷൻ ആൻഡ് ബി കോമ സി ഓൾസോ ബിലോങ്സ് ടു ദ റിലേഷൻ ഷുഡ് ഇംപ്ലൈ ദാറ്റ് എ കോമ സിയും ആ റിലേഷനിൽ ഉണ്ടാവണം. ഫോർ ഓൾ എ കോമ ബി കോമ സി ബിലോങ്സ് ടു എ. അങ്ങനെയാണെങ്കിൽ ആർ ഈസ് ട്രാൻസിറ്റീവ് എന്ന് നമുക്ക് പറയാം. ആർ എന്ന് പറഞ്ഞ റിലേഷൻ എന്തായിരിക്കണം? ട്രാൻസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ ആണെന്ന് പറയാം. ഓക്കെ, നോക്കടാ. അപ്പോൾ റിഫ്ലക്സീവിൻ്റെ റിലേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ എഴുതി വെച്ചിട്ടുണ്ട്, ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും എന്ത് ചെയ്യാം? എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. അതിൽ ആദ്യത്തെ ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി 2 ഒരു സാധ്യതയുടെ പുറത്ത് എഴുതിയാണ്. ഓപ്ഷൻ ബി, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട്. ഷോ ദാറ്റ് എഫ് സച്ച് ദാറ്റ് ക്ലോസ്ഡ് -1 to 1 two real numbers defined by f of x equal to x by x plus 2 is 1, 1. Okay, ഒരു polynomial function
എന്താണ് ഫസ്റ്റ് ഡിഗ്രി ലീനിയർ പോളിനോമിയൽ ബൈ ഫസ്റ്റ് ഡിഗ്രി ലീനിയർ പോളിനോമിയൽ ഈസ് ഓൾവേസ് 1 1. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കുന്നതാണ്. പക്ഷേ നമുക്ക് ഇത് 2 മാർക്കിൻ്റെ ചോദ്യം ആയതുകൊണ്ട് തെളിയിച്ച് കാണിക്കണം. തെളിയിച്ച് കാണിക്കാൻ നിങ്ങൾക്ക് ഇറ്റ്സ് ജസ്റ്റ് യുവർ പീസ് ഓഫ് കേക്ക്. ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2. ഇക്വേറ്റ് ചെയ്ത് അങ്ങോട്ട് ആരംഭിക്കണം. അത് ചെയ്ത് നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതി വെക്കാം എഫ് ഈസ് 1 1 എന്ന് എഴുതി വെക്കാം. അത്രേ ഉള്ളൂ പരിപാടി. നോക്കിയാണോ മക്കളെ, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. പറഞ്ഞേ, ഇതിൻ്റെ എഫ് ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്, എക്സ് ബൈ എക്സ് പ്ലസ് 2 ആണ്. അപ്പോൾ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ x1 ബൈ x1 പ്ലസ് 2. എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ x2 ബൈ x2 പ്ലസ് 2. ഓക്കെ ആണല്ലോ. ഇവിടെ എന്ത് ചെയ്യണം നമ്മളിനി? മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. പറഞ്ഞേ, x1 ഇൻറ്റു x2 പ്ലസ് 2 ഈക്വൽ ടു x2 ഇൻറ്റു x1 പ്ലസ് 2. ശരിയാണേ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്ത് വരും? x1 x2 പ്ലസ് 2x1 ഈക്വൽ ടു x1 x2 പ്ലസ് 2x2 എന്ന് വരും. ഓക്കെ, അപ്പോൾ അവിടെ x1 x2 ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുകൊണ്ട്? 2x1 ഈക്വൽ ടു 2x2 എന്ന് വരും. 2 കട്ട് ചെയ്യാം. അവിടുന്ന് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. ശരിയാണല്ലോ. therefore എന്ത് മനസ്സിലായി? എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2 implied that x1 is equal to x2. therefore f is 1 1. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെയുള്ള ഫംഗ്ഷനാണ്? 1 1 ആയിട്ടുള്ള ഫംഗ്ഷനാണ്. 1 1 തെളിയിക്കാനാണ് ചോദ്യം. അത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ. അടുത്ത നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. കൺസിഡർ ദ സെറ്റ് A is equal to set 1 2 3 4 5 and B is equal to set 1 4 9 6 25 and the function f such that a to be defined by f of 1 is equal to 1, f of 2 is equal to 4, f of 3 is equal to 9, f of 4 is equal to 16 and f of 5 is equal to 25. Show that f is 1 1. Show that f is on to f inverse exist ആണോ? Explain. ഓക്കെ, നോക്കാം. ഫസ്റ്റ് പാർട്ട് നോക്കുക. ഇപ്പോൾ സെറ്റിൻ്റെ രൂപത്തിലാണെങ്കിൽ ആരോ ഡയഗ്രം വരച്ചാൽ പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആരോ ഡയഗ്രം വരച്ചോളൂ. ആദ്യമേ തന്നെ നമ്മുടെ എ സെറ്റ്, ഇത് നമ്മുടെ ബി സെറ്റ്. എ സെറ്റിലുള്ള എലമെൻസ് ആണ് 1 2 3 4 5. ബി സെറ്റിലുള്ള എലമെൻസ് ആണ് 1 4 9 6 25. ഓക്കെ, നോക്ക്. എഫ് ഓഫ് 1 എന്ന് പറയുന്ന 1ൻ്റെ ഇമേജ് ആണ് 1. 1ൻ്റെ ഇമേജ് ആണ് 1. ഓക്കെ, 2ൻ്റെ ഇമേജ് ആണ് 4. 2ൻ്റെ ഇമേജ് ആണ് 4. 3ൻ്റെ ഇമേജ് ആണ് 9. 3ൻ്റെ ഇമേജ് 9. 4ൻ്റെ ഇമേജ് 16. 4ൻ്റെ ഇമേജ് 16 ആണ് രണ്ടാമത്തെ സെറ്റ്. ബി സെറ്റിൽ ഇവിടെ 16 ആണ് കേട്ടോ. തിരുത്തിക്കോണേ. 1 4 9 16 25 അങ്ങനെയാണ് കേട്ടോ. 4ൻ്റെ ഇമേജ് 16 കാരണം സ്ക്വയേഴ്സ് ആകണ്ടോ പറഞ്ഞത്. 5ൻ്റെ ഇമേജ് 25. നോക്ക്, 5ൻ്റെ ഇമേജ് 25. ഓക്കെ ആണേ. ആരോ ഡയഗ്രം വരച്ചു വെച്ചു. ഇനി നോക്ക്. ഫസ്റ്റ് പാർട്ട്, ഷോ ദാറ്റ് എഫ് ഈസ് 1 1. ഒറ്റ നോട്ടത്തിൽ പറയാമല്ലോ. എവരി എലമെന്റ് ഇൻ എ ഹാസ് ഡിസ്റ്റിങ്ക്ട് ഇമേജസ് ഇൻ ബി. ഏതെങ്കിലും ഒരു എലമെന്റിലേക്ക് ഒന്നിലധികം ആരോമാറുകൾ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ഈസ് ക്ലിയർലി 1 1 എന്ന് പറയാം അല്ലേ. ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ എന്താണ്? എവരി എലമെന്റ് ഇൻ എ, എവരി എലമെന്റ് ഇൻ എ has distinct images in B. Distinct images in B. Therefore, F is 1 1. എയിലുള്ള എല്ലാ എലമെൻറ്റുകൾക്കും ബിക്കകത്ത് വ്യത്യസ്തമായ ഇമേജുകളാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് പറയാം? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു 1 1 ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഇനി ബി പാർട്ടിൽ അവർ ഓൺ ടു ആണെന്ന് തെളിയിക്കാനാണ് പറയുന്നത്. ഓൺ ടു കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ബി സെറ്റ് ആണ്. 1 4 9 16 25. എല്ലാ എലമെൻറ്റുകളിലേക്കും ആരോമാർക്കുകൾ പോകുന്നുണ്ട്. അപ്പോൾ റേഞ്ചിലും ആരോമാർക്കുകൾ ചെന്ന് വീഴുന്ന എലമെൻ്റ് ആയിട്ടുള്ള 1 4 9 16 25 ഉണ്ടാവും. അപ്പോൾ ആ കോഡൊമൈനായ ബി സെറ്റും റേഞ്ചും തുല്യമായതുകൊണ്ട് നമുക്ക് എന്താണെന്ന് പറയാം? ഓൺ ടു ആണെന്ന് പറയാം. ശരിയല്ലേ? അപ്പോൾ അത് എഴുതി വെക്കണം. സെക്കൻഡ് പാർട്ടിൽ ഓൺ ടു ആണ് തെളിയിച്ച് കാണിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം കോഡൊമൈൻ എഴുതണം. കോഡൊമൈൻ എന്ന് പറയുന്നത് ബി സെറ്റ് ആണ്. ചോദ്യത്തിൽ നോക്കി എഴുതിയാൽ മതി. 1 4 9 16 25. ഓക്കെ, ഇനി റേഞ്ച്. ആരോ ഡയഗ്രം നോക്കിയിട്ട് ആരോമാർക്കുകൾ ചെന്ന് വീഴുന്ന എലമെൻറ്റുകളുടെ കളക്ഷനാണ് റേഞ്ച്.
അതും ഇത് തന്നെയാണ് അല്ലേ. ആരോ മാർക്കുകൾ ചെന്ന് വീഴുന്ന എലമെൻറ്റുകൾ നോക്കിക്കേ. ആരോ മാർക്കുകൾ ചെന്ന് വീഴുന്ന എലമെൻറ്റുകൾ 1, 4, 9, 16, 25. 1, 4, 9, 16, 25. നോക്ക്, കോഡൊമൈൻ റേഞ്ചും തുല്യമാണല്ലോ. 1, 4, 9, 16, 25 രണ്ടും തുല്യമായിട്ട് വന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് എന്ത് എഴുതി വയ്ക്കാം? ദെർഫോർ കോഡൊമൈൻ ഇസ് ഈക്വൽ ടു റേഞ്ച്. കോഡൊമൈൻ റേഞ്ചും തുല്യമാണ്. അപ്പോൾ അവിടെ നിന്ന് എന്ത് പറയാം? ദെർഫോർ എഫ് ഈസ് ഓൺ ടു എന്ന് പറയാം. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് രണ്ടുമാണെന്ന് തെളിയിച്ചു അല്ലേ. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1, 1 ആണെന്ന് തെളിയിച്ചു. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് തെളിയിച്ചു. ഇത് രണ്ടുമായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്ന് പറയാം. ബൈജക്റ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഇൻവെർട്ടിബിൾ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളോട് ആ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ എഴുതി വയ്ക്കണം. ആ ചോദ്യചിഹ്നത്തിന്റെ ഉത്തരമായിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതണം. സിൻസ് എഫ് ഈസ് ബോത്ത് 1, 1 ആൻഡ് ഓൺ ടു ബ്രാക്കറ്റിൽ എഫ് ഈസ് ബൈജക്റ്റീവ്. Since f is both 1, 1 and on 2, clearly f is invertible. 1, 1 on 2 ആയതുകൊണ്ട് ഇൻവെർട്ടിബിൾ ആണെന്ന് പറയാം. Therefore f ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഇൻവേഴ്സും കൂടെ എഴുതി വെച്ചാൽ ആൻസർ ആയി. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താ? ഫംഗ്ഷന്റെ ഡെഫിനിഷൻ 1ന്റെ ഇമേജ് 1, അപ്പോൾ ഓർഡേർഡ് പെയർ 1, 1. 2ന്റെ ഇമേജ് 4, ഓർഡേർഡ് പെയർ 2, 4. 3യുടെ ഇമേജ് 9, ഓർഡേർഡ് പെയർ 3, 9. 4ന്റെ ഇമേജ് 16, ഓർഡേർഡ് പെയർ 4, 16. 5ന്റെ ഇമേജ് 25, ഓർഡേർഡ് പെയർ 5, 25. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ 1, 1, 2, 4, 3, 9, 4, 16, 5, 26. അപ്പോൾ ആ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് ഈ ഓർഡേർഡ് പെയർ നേരെ റിവേഴ്സ് ചെയ്താൽ മതി. ശരിയല്ലേ? ഓർഡേർഡ് പെയർ എ കോമ ബി ആണ് എന്താണ് എഫ് എന്ന് പറയുന്നതിനകത്തുള്ള ഒരു എലമെന്റ്. ഓർഡേർഡ് പെയർ എ കോമ ബി ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സിലുള്ള എലമെന്റ് ഓർഡേർഡ് പെയർ ബി കോമ എ ആയിരിക്കും. ഇത് നേരെ തിരിച്ചിട്ടാൽ മതി. ശരിയല്ലേ? അപ്പോൾ ഈ ഫംഗ്ഷൻ നേരെ തിരിച്ചിട്ടാൽ മതി. 1, 1 തിരിച്ചിട്ടാലും എന്ത് തന്നെയാണ്? 1, 1 തന്നെയാണ്. 2, 4 തിരിച്ചിട്ടാൽ 4, 2 വരും. 3, 9 തിരിച്ചിട്ടാൽ 9, 3 വരും. 4, 16 തിരിച്ചിട്ടാൽ 16, 4 വരും. 5, 25 തിരിച്ചിട്ടാൽ 25, 5 വരും. 25,5. ഓക്കെ, ഇതാണ് ആ ഫംഗ്ഷന്റെ ഇൻവേഴ്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഐഡിയ ഇവിടെ കിട്ടിയല്ലോ. ഓക്കെ, 5ാമത്തെ ചോദ്യമായിരുന്നു. അടുത്ത നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് ഓൾ പാരലൽ ലൈൻസ് ഇൻ എ പ്ലെയിൻ ഈസ് ആൻ ഇക്വിവാലൻസ് റിലേഷൻ. ഓക്കെ, ഒരു പ്ലെയിനിലെ നമ്മൾ പാരലൽ ലൈൻസുകൾ കൺസിഡർ ചെയ്താൽ അതൊരു ഇക്വിവാലൻസ് റിലേഷൻ ആണെന്ന് തെളിയിച്ച് കാണിക്കണം. അതാണ് ചോദ്യം. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. നോക്ക്, അപ്പോൾ ആദ്യമേ തന്നെ എന്ത് തെളിയിക്കണം? ഇക്വിവാലൻസ് റിലേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ റിഫ്ലക്സി തെളിയിക്കണം. ഓക്കെ, റിഫ്ലക്സി തെളിയിക്കണം. ഏതൊരു ലൈൻ എടുത്താലും അത് ആ ലൈനിന് തന്നെ പാരലൽ ആയിരിക്കുമല്ലോ. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കുന്നതാണ്. L1 പാരലൽ ടു L1. ഏതൊരു ലൈൻ എടുത്താലും അത് ആ ലൈനിന് തന്നെ പാരലാണ്. ശരിയല്ലേ? Therefore, അതായത് L1 റിലേറ്റഡ് ടു L1. ഇത് L1, ബിലോങ്സ് ടു R എന്ന് എഴുതാം. അതിൻ്റെ മറ്റൊരു ഭാഷയാണ് L1 റിലേറ്റഡ് ടു L1 ഇംപ്ലൈസ് L1 പാരലൽ ടു L1. ഏതൊരു ലൈൻ എടുത്താലും ആ ലൈനിന് തന്നെ അത് പാരലാണ് എന്നത് ട്രൂ ആണ്. ഇതെന്താണ്? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? Therefore, ഏതൊരു ലൈൻ ആ ലൈനിന് തന്നെ പാരലാണ് എന്നത് ശരിയായ ട്രൂ ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. Therefore, നമുക്ക് എന്ത് പറയാം? ഈ പ്ലെയിനിൽ നിന്ന് എടുക്കുന്നതാണ്. പ്ലെയിനെ നമുക്ക് വേണമെങ്കിൽ പി എന്നുള്ളൊരു ലെറ്റർ എടുത്തിട്ട് നമുക്ക് L1 ബിലോങ്സ് ടു ദ പ്ലെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ആ ലൈൻ നമ്മളെ പ്ലെയിനിലുള്ള ലൈനാണ്. ഫോർ ഓൾ L1 ബിലോങ്സ് ടു ദ പ്ലെയിൻ എന്ന് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഇങ്ങനൊന്നും എഴുതണോ നിർബന്ധമില്ല. ഇത് ട്രൂ ആണെന്ന് എഴുതിയാൽ തന്നെ ഓക്കെ ആണ്. കാരണം അവർ പ്രത്യേകിച്ച് ഒരു റീജിയൻ ഒന്നും ലെറ്റർ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുന്നില്ല. ഈസ് ട്രൂ. ദെർഫോർ, അതായത് ഏതൊരു ലൈൻ എവരി ലൈൻ ഈസ് പാരലൽ ടു ഇറ്റ് സെൽഫ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് എഴുതാം. ആർ ഈസ് റിഫ്ലക്സീവ്. ആർ എന്ന് പറയുന്നത് എന്താണ്? റിഫ്ലക്സീവ് ആണ്. ഇനി അടുത്ത എന്ത് തെളിയിക്കണം? സിമെട്രിക് തെളിയിക്കണം. സിമെട്രിക് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ L1 റിലേറ്റഡ് ടു L2 ഇംപ്ലൈസ് L1 പാരലൽ ടു L2. അതായത്
ലൈൻ 1 ലൈൻ 2 പാരലാണ്. അതായത് ഒരു ലൈൻ, ഇതിപ്പോൾ L1 എന്ന് പറഞ്ഞ ലൈനാണെന്ന് വെച്ചോളൂ, ഇത് L2 എന്ന് പറഞ്ഞ ലൈനാണെന്ന് വെച്ചോളൂ. ലൈൻ 1 ലൈൻ 2 പാരലാണെങ്കിൽ ഇത് തിരിച്ചും പറയാമല്ലോ, ലൈൻ 2 ലൈൻ 1 പാരല അല്ലേ. അതായത് ദിസ് ഓൾസോ ഇംപ്ലൈസ് ദാറ്റ് L2 പാരലൽ ടു L1. അതായത് L1 പാരലൽ ടു L2 ഈസ് ഓൾസോ ഇംപ്ലൈസ് ദാറ്റ് L2 പാരലൽ ടു L1. That implies that L2 related to L1. അതായത് L1 related to L2 implied that L2 related to L1. Line 1 parallel to line 2 implied that line 2 parallel to line 1. Therefore എന്താണെന്ന് പറയാം, എന്താണ് ഇതൊരു സിമെട്രിക് ആയിട്ടുള്ള റിലേഷനാണ്. R is symmetric. R is എന്താണ് സിമെട്രിക്. ഓക്കെ, ഇനി അടുത്ത് എന്ത് തെളിയിക്കണം? ട്രാൻസിറ്റീവ് തെളിയിക്കണം. ട്രാൻസിറ്റീവ് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലൈനും കൂടെ വരും, L3 എന്നുള്ള ഒരു ലൈനും കൂടെ വരും, ശരിയല്ലേ? ട്രാൻസിറ്റീവ് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ L1 പാരലൽ ടു L2 ആൻഡ് L2 പാരലൽ ടു L3 എടുക്കണം. L1 പാരലൽ ടു L2 ആൻഡ് L2 പാരലൽ ടു L3. ലൈൻ 1 ലൈൻ 2 പാരലാണ് ആൻഡ് ആ ലൈൻ 2ഉം ലൈൻ 3യും തമ്മിൽ പാരലാണെങ്കിൽ തീർച്ചയായിട്ടും ലൈൻ 1ഉം ലൈൻ 3യും തമ്മിൽ എന്തായിരിക്കും? പാരലായിരിക്കും, ശരിയല്ലേ? L1 പാരലൽ ടു L2 ആൻഡ് അതായത് L1 റിലേറ്റഡ് ടു L2 ആൻഡ് L2 റിലേറ്റഡ് ടു L3 implies L1 parallel to L2 and L2 parallel to L3 should imply that. നമുക്ക് സൈഡ് ഫിഗർ വരച്ച് നോക്കിയാൽ തന്നെ കിട്ടും. L1 L2 പാരലാണ്, L2 L3 പാരലാണ്. അവിടുന്ന് തന്നെ മനസ്സിലായി L1 L3 തമ്മിൽ പാരലാണ്, ശരിയല്ലേ? L1 പാരലൽ ടു L3, L1 പാരലൽ ടു L3, ശരിയാണല്ലോ? ശരിയാണേ. ദാറ്റ് ഈസ് L1 റിലേറ്റഡ് ടു L3. അതായത് L1 റിലേറ്റഡ് ടു L2ഉം L2 റിലേറ്റഡ് ടു L3യും എന്ത് കാണിച്ചു? L1 റിലേറ്റഡ് ടു L3 ശരിയാണെന്ന് കാണിച്ചു, ശരിയാണല്ലോ? അത് ഈ പാരലൽ കണ്ടീഷൻസ് നമുക്ക് നടുക്ക് എഴുതി കാണിക്കണം. Therefore ആ റിലേഷൻ എന്താണെന്ന് പറയാം? R is ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ആ റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആയിട്ടുള്ള റിലേഷനാണ്. അപ്പോൾ R എന്ന് പറയുന്ന റിലേഷൻ ഇത് മൂന്നും ആണെന്ന് തെളിയിച്ചു. റിഫ്ലക്സീവ് ആണെന്ന് തെളിയിച്ചു, സിമെട്രിക് ആണെന്ന് തെളിയിച്ചു, ട്രാൻസിറ്റീവ് ആണെന്ന് തെളിയിച്ചു. ഇത് മൂന്നും ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സിൻസ് R is reflexive, symmetric and transitive, since R is reflexive, symmetric and transitive, R is clearly an equivalence റിലേഷൻ. R എന്ന് പറയുന്നത് എങ്ങനെയുള്ള റിലേഷനാണ്? ഒരു ഇക്വിവാലൻസ് റിലേഷനാണ്. ഇത് മൂന്നും ആയതുകൊണ്ട്, റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ്, ഇത് മൂന്നും ആയതുകൊണ്ട് ആ റിലേഷൻ എപ്രകാരമുള്ള ഒരു റിലേഷനാണെന്ന് പറയാം? അതൊരു ഇക്വിവാലൻസ് റിലേഷനാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ 6ാമത്തെ ചോദ്യം. 7ാമത്തെ ചോദ്യം നോക്കാം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 100% ഉറപ്പിക്കാവുന്ന ചോദ്യമാണ് പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാൻ. ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല, ഇതേ സംഭവങ്ങളേ ഉള്ളൂ എക്സാമിന് ചോദിക്കാനൊക്കെ ആയിട്ട്. സോ നോക്കി നോക്കാം. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും ഇക്വേഷൻ മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. നെഗറ്റീവ് വരുന്ന കേസുകൾ, സൈൻ ഇൻവേഴ്സിനുള്ളിൽ നെഗറ്റീവ് വന്നാൽ മൈനസ് നേരെ പുറത്തിറങ്ങും, മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആവും. ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ആണെങ്കിൽ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ആണെങ്കിൽ മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. കോസ് ഇൻവേഴ്സിനകത്ത് മൈനസ് ആണെങ്കിൽ അത് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആവും. സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ആണെങ്കിൽ അത് പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ആവും. കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ് ആണെങ്കിൽ അത് പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ആവും. ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നോക്കാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. നെഗറ്റീവ് വരുവാണെങ്കിൽ മാത്രം ആ കാര്യം ഓർത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് ആൻസർ എഴുതാം. സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാം. 7ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. ഇത്ര ആലോചിച്ചാൽ മതി. സൈനിന് ഏത് ആംഗിളാണ് 1/√2 വരുന്നത്? സൈൻ 45 1/√2 ആണ്. അപ്പം 45 ഡിഗ്രി എന്ന് എഴുതരുത്, തീർച്ചയായും ഇതിൻ്റെ എല്ലാ ഉത്തരം റേഡിയൻസിൽ തന്നെ എഴുതണം. സോ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/4 റേഡിയൻസ്. സോ π/4 എന്നുള്ളതാണ് ആൻസർ വരും. π/4 ഇസ് ദ ആൻസർ. 8ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് -1/√3. ഇനി നിങ്ങൾ നോക്ക്, കോട്ടിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ, നോക്കണേ, കോട്ടിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് പൈ മൈനസ് എന്ന് മാറും, ശരിയല്ലേ? ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് -1/√3. കോട്ടിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എന്ന് മാറും. അപ്പോൾ ഇതെങ്ങനെ മാറും? പൈ മൈനസ്
കോട്ട് ഇൻവേഴ്സ് 1/√3 എന്ന് മാറും. ശരിയാണല്ലോ, സെറ്റാണേ. സോ ദിസ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് കോട്ടിനെ നമുക്ക് ടാൻ ആക്കി മാറ്റാൻ വഴിയുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോട്ട് ഇൻവേഴ്സ് 1/x, കോട്ട് ഇൻവേഴ്സ് 1/x എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് x ആണ്. കോട്ട് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് x ആണ്. നോട്ട് ചെയ്ത് വെച്ചോണേ. റെസിപ്രോക്കൽ റിലേഷൻ അറിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ സീക്ക് ഇൻവേഴ്സ് 1/x ആണെങ്കിൽ അത് എന്തായിരിക്കും? അത് കോസ് ഇൻവേഴ്സ് x ആയിരിക്കും. അതേപോലെ തന്നെ കൊസീക്ക് ഇൻവേഴ്സ് 1/x ആണെങ്കിൽ അത് എന്തായിരിക്കും? അത് സൈൻ ഇൻവേഴ്സ് x ആയിരിക്കും. അല്ലെ, കൊസീക്ക് ഇൻവേഴ്സ് 1/x ആണെങ്കിൽ അത് എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് x ആയിരിക്കും. ശരിയാണല്ലോ. ഇത് നേരെ തിരിച്ചും പറയാം കേട്ടോ. ടാൻ ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ അത് കോട്ട് ഇൻവേഴ്സ് x ആയിരിക്കും. കോസ് ഇൻവേഴ്സ് 1/x ആണെങ്കിൽ അത് സീക്ക് ഇൻവേഴ്സ് x ആയിരിക്കും. സൈൻ ഇൻവേഴ്സ് 1/x ആണെങ്കിൽ അത് കൊസീക്ക് ഇൻവേഴ്സ് x ആയിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആണ്. ഓക്കെ, ഇനി പറ പൈ മൈനസ്, നോക്കണേ താഴെ എഴുതാം. പൈ മൈനസ് കോട്ട് ഇൻവേഴ്സിനെ എനിക്ക് ടാൻ ഇൻവേഴ്സിലോട്ട് മാറ്റാം. 1/x തിരിച്ചിട്ട് 1/√3 തിരിച്ചിട്ട് √3 ആക്കിയാൽ മതി. സോ പൈ മൈനസ് ടാൻ ഇൻവേഴ്സിന് ഏത് ആംഗിളാണ് √3 വരുന്നത്? ടാൻ 60 ഡിഗ്രിയാണ് √3. ശരിയല്ലേ? അപ്പോൾ 60 എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഡിയൻ, 60യുടെ റേഡിയൻ π/3. സോ പൈ മൈനസ് π/3 എന്ന് വരും. ക്രോസ് ചെയ്താൽ 3π മൈനസ് π/3. ആൻസർ എന്ത് കിട്ടും? 2π/3 വരും ആൻസർ. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത 9ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -1/2. നോക്കണേ, കോസിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? കോസിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് x എന്നാവും. അപ്പോൾ നോക്കണേ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം കോസ് ഇൻവേഴ്സ് -1/√2 എന്നത് കോസ് ഇൻവേഴ്സ് -1/2 എന്നത് എങ്ങനെ മാറും? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 എന്ന് വരും. പൈ മൈനസ് കോസിന് ഏത് ആംഗിളാണ് 1/2 വരുന്നത്? കോസ് 60 ഡിഗ്രിയാണ് 1/2. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയൻ മെഷർ എന്താണ്? π/3. ക്രോസ് ചെയ്താൽ 3π മൈനസ് π/3. ആൻസർ എന്ത് കിട്ടും? 2π/3. ഓക്കെ ആണേ. 9ാമത്തെ ചോദ്യം വരെ സെറ്റ് ആണല്ലോ മക്കളെ. അടുത്തതിലേക്ക് പോവാം, 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. സോ അടുത്ത 10ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2 എന്നുള്ളതാണ് ചോദ്യം. നോക്കണേ, ടാൻ ഇൻവേഴ്സ് 1, ടാനിന് ഏത് ആംഗിളാണ് ഉത്തരം 1 കിട്ടുന്നത്? ടാൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? π/4. കോസ് ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നോക്കിക്കേ, കോസ് ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് x എന്നാവും. അപ്പോൾ എന്ത് വരും? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഹാഫ് എന്ന് വരും. ഇനി സൈൻ ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് നേരെ പുറത്തിറങ്ങും അല്ലെ, മൈനസ് സൈൻ ഇൻവേഴ്സ് ഹാഫ് എന്ന് വരും. ശരിയാണല്ലോ, ഐഡിയ ഓക്കെ ആണേ. നോക്ക്, സോ π/4 പ്ലസ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2. കോസിന് ഏതാങ്കിലോ 1/2 വരുന്നത്? കോസ് 60 ഡിഗ്രിയാണ് 1/2. 60 ഡിഗ്രിയുടെ കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ π/3. സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ ഏതാങ്കിലോ 1/2 വരുന്നത്? സൈൻ 30 ഡിഗ്രിയാണ് 1/2. 30 ഡിഗ്രിയുടെ കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ എന്താ? π/6. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്കൊരു /1 കൊടുത്ത് ഈ രണ്ടുപേരെ തമ്മിൽ ക്രോസ് ചെയ്യാം. π/4 പ്ലസ് 3π മൈനസ് π/3 എന്ന് വരും, മൈനസ് π/6. ഓക്കെ ആണേ. അതായത് π/4 പ്ലസ് 3πയിൽ നിന്ന് π കുറച്ചാൽ 2π/3 മൈനസ് π/6. ഓക്കെ, ഇനി ആദ്യത്തെ രണ്ടുപേരെ തമ്മിൽ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 3π പ്ലസ് 24 8π ഡിവൈഡഡ് ബൈ 3 12 മൈനസ് π/6 അല്ലേ, 12 മൈനസ് π/6. ഇനി നിങ്ങൾ നോക്കിക്കേ, 8πയും 3πയും കൂടെ കൂട്ടിയാൽ 11π വരും, ബൈ 12 മൈനസ് π/6 സീക്വൽ ടു 11π ബൈ 12 മൈനസ് π/6നെ താഴെ 12 കൊണ്ടുവരാൻ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വരും? 2π ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. 11πയിൽ നിന്നും 2π കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും?
9 പൈ വരും ഡിവൈഡഡ് ബൈ 12. സോ ഇവിടെ നമുക്ക് എന്തുകൊണ്ട് കട്ട് ചെയ്യാം? 3 കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ? 3 9 3 പൈ ഡിവൈഡഡ് ബൈ 3 4 12 4 3 പൈ ഡിവൈഡഡ് ബൈ 4 വരും ആൻസർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ ഫൈനൽ ആൻസർ എത്രയാണ് വരുന്നത്? 3 പൈ ഡിവൈഡഡ് ബൈ 4 ആണ് ആൻസർ കിട്ടും. ഇതാണ്ട് 11ാമത്തെ ചോദ്യം നോക്കിക്കേ. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യമാണ് 11ാമത്തെ ചോദ്യം. ഈ സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു വൈ, ദെൻ ആ വൈയുടെ എന്താണ് റേഞ്ച് ആണ് ചോദിക്കുന്നത്. അതായത് വൈ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ ക്ലോസ്ഡ് -1 1ഉം റേഞ്ച് ക്ലോസ്ഡ് -π/2 π/2. ശരിയല്ലേ? റേഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്, റേഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ -π/2 മുതൽ π/2. അതായത് -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. ആ വൈയുടെ വില എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് അല്ലേ? സോ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്താണ്? -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. സോ എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ബി -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 എന്നുള്ളതാണ് ആൻസർ വരിക. സൈൻ ഇൻവേഴ്സ് എക്സിന്റെയും കോസ് ഇൻവേഴ്സ് എക്സിന്റെയും ടാൻ ഇൻവേഴ്സ് എക്സിന്റെയും ഒക്കെ ഡൊമൈനും റേഞ്ചും മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഇതേപോലെ ഡയറക്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യത്തിനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, 11 ചോദ്യങ്ങളായി. 12ാമത്തെ ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യം ഇതാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എക്സാമിന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാവുന്നൊരു ചോദ്യമാണിത്. സൈൻ ഇൻവേഴ്സ് സൈൻ 3π/5. നോക്ക്, നമ്മൾ പഠിക്കുന്ന റിസൾട്ടാണ്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സിനെ നമുക്ക് എക്സ് എന്ന് എഴുതാം. നോക്കണേ, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സിനെ എക്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സിനെയും നമുക്ക് എക്സ് എന്ന് എഴുതാം. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സിനെയും എക്സ് എന്ന് എഴുതാം. എപ്പോൾ മാത്രം ഈ എക്സ് ലൈ ചെയ്യുന്നത് സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ചിനുള്ളിൽ ആണെങ്കിൽ മാത്രം. എക്സ് ഷുഡ് ലൈ ഇൻ റേഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ചിനുള്ളിലായിരിക്കണം. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് നമുക്കറിയാം -π/2 മുതൽ π/2 വരെയാണ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച്. അതിനുള്ളിലാണ് എക്സ് എങ്കിൽ എനിക്ക് ആൻസർ എക്സ് എന്ന് നേരെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഈ 3π/5നെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 3 × 3π/5 അല്ലേ? 3π/5 3 × 180 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 3 × 180/5 കട്ട് ചെയ്യുമ്പോൾ എന്ന് വരും? 3 5 15 ശിഷ്ടം 3 30 6 5 30. ശരിയാണല്ലോ? 36 വരും. ശരിയല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 3 6 18 8 ശിഷ്ടം 1. നോക്കണേ, 3 6 18 8 ശിഷ്ടം 1 3 9 1 10 108 വരും. ശരിയാണല്ലോ? 108 വരും. ഈ 108 എന്ന് പറയുന്നത് 90ന് പുറത്താണ് അല്ലേ? -π/2 മുതൽ π/2 വരെയാണ് ആരുടെ റേഞ്ച്? സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച്. അതായത് -90 മുതൽ +90 വരെയാണ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച്. 108 എന്ന് പറയുന്നത് 90ക്ക് പുറത്താണ്. അപ്പോൾ എനിക്ക് ഈക്വൽ ടു 3π/5 എന്നുള്ള ഉത്തരം എനിക്ക് എഴുതാൻ സാധിക്കത്തില്ല. പിടികിട്ടിയോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഈ റേഞ്ചിനുള്ളിലേക്ക് മാറ്റിയതിന് ശേഷമേ എനിക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. റേഞ്ചിനുള്ളിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ ഡിഡക്ഷൻ ചെയ്യണം. എങ്ങനെ ഡിഡ്യൂസ് ചെയ്യണം പറഞ്ഞേ? ഇനി എനിക്ക് എങ്ങനെ എഴുതാം? സൈൻ ഇൻവേഴ്സ് ഓഫ്, നോക്ക്, സൈൻ ഓഫ് 3π/5നെ ഞാൻ എഴുതുന്ന നോക്കിയാണേ. 3π/5നെ 5π - 2π എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ 5. നോക്ക്, 3π അതായത് 5πയിൽ നിന്നും 2π കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് 3π കിട്ടും. ഓക്കെ ആണല്ലോ മക്കളെ? സോ അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഓഫ് ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്യുക. 5π/5 എന്ന് പറഞ്ഞാൽ π വരും -2π ഡിവൈഡഡ് ബൈ 5. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഇനി സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഓഫ് π - θ. സൈൻ ഓഫ് π - θ. π - θ. സൈൻ ഓഫ് π - θ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ശ്രദ്ധിക്കണേ. π/2 ആണ് കോംപ്ലിമെന്ററി കിട്ടുക. ഇവിടെ നമുക്ക് ഡയറക്റ്റ് സൈൻ തന്നെയാണ് കിട്ടുക. ചിഹ്നം ശ്രദ്ധിക്കണം, സൈൻ തീറ്റ തന്നെയാണ് കിട്ടുക.
പൈ മൈനസ് 180 മൈനസ് ഇവിടെയാണ് പൈ വരിക, ഇത് 0 π/2 പൈ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ മൈനസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ASTC ആണ് കോഡ് എന്നറിയാം, ഓൾ സിൽവർ ടീ കപ്പ് അല്ലേ? ഓൾ പോസിറ്റീവ്, സൈൻ പോസിറ്റീവ്, ടാൻ പോസിറ്റീവ്, കോസ് പോസിറ്റീവ്. പൈ മൈനസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ഈ സൈൻ ആരാ? പോസിറ്റീവ് ആണ്. അപ്പോൾ പ്ലസ് സൈൻ തീറ്റയാണ് നമുക്ക് ആൻസർ കിട്ടും. സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ എന്ത് തന്നെയാണ്? സൈൻ തീറ്റ തന്നെയാണ്. നോക്കിക്കേ, ഇപ്പൊ സൈൻ ഓഫ് പൈ മൈനസ് 2π/5 എന്നുള്ളത് എന്ത് വരും? സൈൻ 2π/5 എന്ന് വരും ആൻസർ. സൈൻ 2π/5. ഇനി ഇത് എടുക്കാൻ പറ്റുമോ നോക്കണം. ഈ 2π/5 എടുക്കാൻ പറ്റുമോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ 2π/5 -90ക്കും +90ക്കും ഇടയിലാണോ എന്ന് അറിയണം. ഓക്കെ, അത് ചെക്ക് ചെയ്ത് നോക്കുക. 2 × പൈക്ക് പകരം 180 ഡിവൈഡഡ് ബൈ 5. 2 × 180 5 കൊണ്ട് ഹരിച്ചാൽ 36 കിട്ടുമെന്ന് നമുക്ക് നേരത്തെ കണ്ടു അല്ലേ? 180നെ 5 കൊണ്ട് ഹരിച്ച് 36. സോ 2 × 36 എത്ര വരും? 72. 72 എന്ന് പറയുന്നത് എന്തിനകത്താണ്? 90-നകത്താണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ തീർച്ചയായിട്ടും എന്ത് എഴുതാം? സൈൻ ഇൻവേഴ്സ് സൈൻ 2π/5ൻ്റെ ആൻസർ എന്തായിരിക്കും? 2π/5 ആയിരിക്കും ആൻസർ. ഓക്കെ, ഒരിക്കലും ചാടി കയറി 3π/5 എന്ന് എഴുതി വെക്കരുത്, അത് തെറ്റായിട്ടുള്ള ഉത്തരവാണ്. അതെന്താണ് അതിൻ്റെ കാരണം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. സോ ലഘൂകരിച്ച് വരുമ്പോൾ കിട്ടുന്ന ഫൈനൽ ഉത്തരം 2π/5 ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വളരെ പ്രാധാന്യാർഹിതമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം നോക്കിയോളൂ, മെട്രിക്സിലെ ചോദ്യമാണ്. ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 100% ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്തിട്ട് സ്ക്വയർ എടുക്കാനും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് നോക്ക്. കൺസ്ട്രക്ട് എ 2x2 മെട്രിക്സ് A is equal to Aij whose elements are given by Aij is equal to 2i plus j. കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്താണ്? ഒരു 2x2 സ്ക്വയർ മെട്രിക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. നോക്കിയോളൂ. സോ Aij എന്ന് പറയുന്ന മെട്രിക്സ്, അപ്പോൾ 2x2 സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെട്രിക്സ് നമ്മൾ ആദ്യം എഴുതി വയ്ക്കുക. ഒരു 2x2 മെട്രിക്സിന്റെ സ്റ്റാൻഡേർഡ് ഫോം A11 A12 A21 A22. ശരിയല്ലേ? ഇതാണ് ഒരു 2x2 മെട്രിക്സിന്റെ ജനറൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രൂപം. ഓക്കെ ആണല്ലോ? ഇനി ഓരോ എലമെന്റുകളായിട്ട് നമുക്ക് കണ്ടുപിടിച്ച് വരാം. Aij നമുക്ക് തന്നിട്ടുണ്ട്. Aij എന്ന് പറയുന്നത് 2i plus j ആണ്. 2i plus j ആണ്. ഓക്കെ ആണേ മക്കളെ? ഓരോന്നായിട്ട് കണ്ടുപിടിക്കുക. A11 എന്ന് പറഞ്ഞാൽ 2 × 1 + 1, അതായത് 2 + 1 = 3. ഇനി A12 എന്ന് പറഞ്ഞാൽ 2 × 1 + 2, അതായത് 2 + 2 = 4. അടുത്ത A21 എന്ന് പറഞ്ഞാൽ 2 × 2 + 1 = 4 + 1 = 5. അടുത്ത A22 എന്ന് പറഞ്ഞാൽ 2 × 2 + 2 = 4 + 2 = 6. ഓക്കെ ആണേ? ക്ലിയർ? ഇനി ഇതാണ്ട് ഈ വിലകൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. A11 എന്ന് പറഞ്ഞാൽ 3, A12 എന്ന് പറഞ്ഞാൽ 4, A21 എന്ന് പറഞ്ഞാൽ 5, A22 എന്ന് പറഞ്ഞാൽ 6. 3 4 5 6. ഇതാണ് നമ്മുടെ മെട്രിക്സ്. ആ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് ആദ്യത്തെ ഭാഗത്ത് അവർ ആവശ്യപ്പെട്ടേക്കുന്നത്. എ പാർട്ടിൽ ആവശ്യപ്പെട്ടേക്കുന്നത്. എ പാർട്ടിന് ആൻസറായി. ഇനി ബി പാർട്ടിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൺസ്ട്രക്ട് ചെയ്ത മെട്രിക്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് അല്ലെ? A² എടുക്കാനാണ് ആവശ്യപ്പെട്ടേക്കുന്നത്. നോക്ക്, A² = എന്താണ്? A × A = A × A. എ മെട്രിക്സ് എന്താണ്? 3 4 5 6 ആണ്. അപ്പോൾ 3 4 5 6 × 3 4 5 6. 3 4 5 6 × 3 4 5 6. ആദ്യത്തെ മെട്രിക്സ് റോ വൈസ് ഇരിക്കുന്നു, രണ്ടാമത്തെ മെട്രിക്സ് കോളം വൈസ് ഇരിക്കുന്നു. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെന്റ്. 3 × 3 9 + 4 × 5 20. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അടുത്ത 3 × 4 12 + 4 × 6 24. അടുത്തത് 3 × 5 15 + 5 × 6 30. അടുത്തത് 5 × 4 20 + 6 × 6 36. ഓക്കെ ആണേ? സംശയങ്ങളൊന്നുമില്ലല്ലോ? എന്തോരും 20 9 29 36 40 45 പിന്നെന്താ വരുന്നത് 6 56.
20 9 29 12 24 36 15 30 45 20 36 എത്ര വരും 56. അപ്പോൾ 29 36 45 56 ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത് എ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്രിസ്റ്റൽ ക്ലിയർ ആണോ മക്കളെ? 13ാമത്തെ ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോണേ. If a is equal to 3 1 minus 1 2 show that a square minus 5a plus 7i is equal to 0 മെട്രിക്സ്. മുഴുവൻ എലമെന്റുകളും 0 ആയിട്ട് വരുന്ന മെട്രിക്സ് കിട്ടണം. ഓക്കെ, നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ എന്ത് കണ്ടുപിടിക്കുക? എ സ്ക്വയർ കണ്ടുപിടിക്കാം. നോക്ക്, എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു എ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എ മെട്രിക്സ് 3 1 minus 1 2 ഇൻറ്റു 3 1 minus 1 2. ഫസ്റ്റ് മെട്രിക്സ് റോ വൈസ് തിരിച്ചു, സെക്കൻഡ് മെട്രിക്സ് കോളം വൈസ് തിരിച്ചു. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെന്റ് 3 ഇൻറ്റു 3 9 പ്ലസ് 1 ഇൻറ്റു -1 -1. അടുത്ത 3 ഇൻറ്റു 1 3 പ്ലസ് 1 ഇൻറ്റു 2 2. അടുത്ത -1 ഇൻറ്റു 3 -3 പ്ലസ് 2 ഇൻറ്റു -1 -2. അടുത്ത -1 ഇൻറ്റു 1 -1 പ്ലസ് 2 ഇൻറ്റു 2 4. ഓക്കെ ആണേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 9 minus 1 8, 3 plus 2 5, -3 -2 -5, 4 - 1 3. എന്ത് കണ്ടുപിടിച്ചു നമ്മൾ? എ സ്ക്വയർ കണ്ടുപിടിച്ചു. ഇനി ഇതാണ്ട് ഇങ്ങോട്ടേക്ക് എ സ്ക്വയറിന്റെ പ്ലേസിലേക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എയുടെ പ്ലേസിലേക്ക് എയുടെ വില കൊടുക്കുന്നു. +7 ഇൻറ്റു ഐയുടെ പ്ലേസിലേക്ക് ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് ചെയ്തു വരുമ്പോൾ നമുക്ക് എല്ലാ എലമെന്റുകളും 0 വരണം. നോക്കാം. എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i. നോക്കിക്കേ, എ സ്ക്വയറിന്റെ പ്ലേസിലോട്ട് ഇതിന്റെ ഈ വാല്യൂ കൊടുക്കുക. 8 5 -5. നോക്കണേ മക്കളെ, എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ഈസ് ഈക്വൽ ടു എ സ്ക്വയറിന്റെ പ്ലേസിലേക്ക് 8 5 -5 3 -5 ഇൻറ്റു എയുടെ പ്ലേസിലേക്ക്. നോക്ക്, എയുടെ പ്ലേസിലേക്ക് 3 1 -1 2 കൊടുക്കണം. 3 1 -1 2 പ്ലസ് 7 ഇൻറ്റു ഐയുടെ പ്ലേസിലേക്ക് 1 0 0 1 എന്ന ഐഡന്റിറ്റി മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 8 5 -5 3 -5 ഉള്ളിലേക്ക് വരുമ്പോൾ 15 5 -5 10 പ്ലസ് 7 ഉള്ളിലേക്ക് വരുമ്പോൾ 7 0 0 7. ഓക്കെ ആണല്ലോ. ഇനി പറഞ്ഞേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 8 നിന്നും 15 കുറച്ച് -7, 5 നിന്ന് 5 കുറച്ച് 0, -5 -5 പ്ലസ് 5 0, 3 നിന്നും 10 കുറച്ച് -7 പ്ലസ് 7 0 0 7. സോ ദിസ് ഈസ് ഈക്വൽ ടു -7 പ്ലസ് 7 കൂട്ടി 0 0 0 കൂട്ടി 0 0 0 കൂട്ടി 0 -7 പ്ലസ് 7 കൂട്ടി 0 എല്ലാം 0 ആണ്. സോ ആൻസർ ഈസ് 0. ഓക്കെ ആണല്ലോ. ക്ലിയർ? പ്രൂഫായില്ലേ? സോ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. നമുക്ക് 3 മാർക്കിനും 4 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ചോദ്യം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നോക്കിയേ. 15ാമത്തെ ചോദ്യം ഇതാണ്. കൺസിഡർ ദ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 3 - 2 4 - 2. ഫൈൻഡ് എ സ്ക്വയർ എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട്. ഫൈൻഡ് കെ സോ ദാറ്റ് എ സ്ക്വയർ ഈക്വൽ ടു കെ എ മൈനസ് 2i എന്നതാണ് സെക്കൻഡ് പാർട്ട്. NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം തന്നെയാണ്. ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച ചോദ്യം ആയതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തതാണ്. ഓക്കെ, മസ്റ്റായിട്ട് കണ്ട് പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എ സ്ക്വയർ എടുക്കാനാണ്. പറഞ്ഞേ മക്കളെ, ഓപ്ഷൻ എ പാർട്ട് എ സ്ക്വയർ എന്ന് പറയുന്നത് എ ഇൻറ്റു എ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എയുടെ വാല്യൂ കൊടുക്കുക. 3 - 2 4 - 2 ഇൻറ്റു 3 - 2 4 - 2. ഫസ്റ്റ് മെട്രിക്സ് റോ വൈസ് തിരിക്കുന്നു, സെക്കൻഡ് മെട്രിക്സ് കോളം വൈസ് തിരിക്കുന്നു. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെന്റ് പറഞ്ഞേ 3 ഇൻറ്റു 3 9 പ്ലസ് -2 ഇൻറ്റു 4 -8. അടുത്ത 3 ഇൻറ്റു -2 -6 പ്ലസ് -2 ഇൻറ്റു -2 പ്ലസ് 4. അടുത്ത 3 ഇൻറ്റു 4 12 പ്ലസ് -2 ഇൻറ്റു 4 -8. അടുത്ത 4 ഇൻറ്റു -2 -8 പ്ലസ് -2 ഇൻറ്റു -2 4. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 9 - 8 1 വരും, -6 പ്ലസ് 4 -2 വരും,
12 8 കുറച്ച് 4 വരും. -8 + 4 -4 വരും. ഇതാണ് എന്ത് എ സ്ക്വയർ. ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസറായി. ഇനി സെക്കൻഡ് പാർട്ട് നോക്കാം. ഈ കാണുന്ന എ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് പറയുന്നത്? k × a - 2 × iക്ക് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ. എ സ്ക്വയറിൻ്റെ പ്ലേസിലോട്ട് വാല്യൂ കൊടുക്കുക. 1 -2 4 -4 ഈക്വൽ ടു k × എയുടെ പ്ലേസിലേക്ക് വാല്യൂ കൊടുക്കുക. എയുടെ പ്ലേസിലേക്ക് 3 - 2 4 - 2 3 - 2 4 -2 -2 × iയുടെ പ്ലേസിലേക്ക് 1 0 0 1. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി വേണ്ട ഈ റൈറ്റ് ഹാൻഡ് സൈഡ് സിംപ്ലിഫൈ ചെയ്തെടുത്തേ. സോ 1 -2 4 -4 ഇസ് ഈക്വൽ ടു k ഉള്ളിലേക്ക് കയറും അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് വിത്ത് എ സ്കെയിലാർ. ഓരോ എലമെന്റിലേക്കും ആ സ്കെയിലാർ മൾട്ടിപ്ലൈ ആണ്. 3 × k 3k വരും. -2 × k -2k വരും. 4 × k 4k വരും. -2 × k -2k വരും. -2 ഉള്ളിലേക്ക് കൊടുക്കുക. 2 × 1 2 2 × 0 0 2 × 0 0 2 × 1 2. ഓക്കെ ആണേ. ഇനി വേണ്ട ഓരോ കറസ്പോണ്ടിങ് എലമെന്റുകളെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തേ. 3k -2 3k -2 -2k -0 എന്ന് പറഞ്ഞാൽ -2k. 4k -0 എന്ന് പറഞ്ഞാൽ 4k. -2k -2. ഓക്കെ, ഇതാണ് നമുക്ക് കുറച്ച് കിട്ടുന്ന മെട്രിക്സ്. ഇനി എന്ത് ചെയ്യാം? ഇക്വാലിറ്റി ഓഫ് ടു മെട്രിക്സസ്. ഈ മെട്രിക്സും ഈ മെട്രിക്സും തമ്മിൽ ഈക്വൽ ആണ്. ഇക്വാലിറ്റി ഓഫ് ടു മെട്രിക്സസ് അനുസരിച്ച് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ സെയിം ആവണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റുകൾ തമ്മിൽ സെയിം ആവണം. കറസ്പോണ്ടിങ് എലമെന്റ്സ് ഷുഡ് ബി ഈക്വൽ. നോക്ക്, അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് കെയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടേ? ഈ എലമെന്റും ഈ എലമെന്റും തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ കെയുടെ വാല്യൂ കിട്ടും. ശരിയല്ലേ? ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരും? 4k ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. അവിടുന്ന് കെയുടെ വാല്യൂ 4/4 ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതി കൺക്ലൂഡ് ചെയ്യാം. അത് മാത്രമല്ല, ഏത് ഇക്വേറ്റ് ചെയ്താലും കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇവനെ ഇക്വേറ്റ് ചെയ്താലോ -2 ഇസ് ഈക്വൽ ടു -2k. അത് ഇക്വേറ്റ് ചെയ്താൽ എന്ത് വരും? -2 ഇസ് ഈക്വൽ ടു -2k. അത്രയേ ഉള്ളൂ കേട്ടോ ആൻസർ. ബാക്കി ഞാൻ സെയിം ആൻസർ കിട്ടുന്നു കാണിക്കാൻ വേണ്ടി പറയുന്നതെന്നുള്ള കെയുടെ വാല്യൂ -2/-2 ഇങ്ങനെ ചെയ്താലും 1 കിട്ടും. പലരും ഇക്വേറ്റ് ചെയ്യുന്ന ആദ്യത്തെ എലമെന്റുകളെ തന്നെ ആയിരിക്കും. 1ഉം 3k -2 ഇക്വേറ്റ് ചെയ്താൽ എന്ത് വരും? 1 ഇസ് ഈക്വൽ ടു 3k -2 ഇപ്പുറം വന്നാൽ +2 2 + 1 3 ഇസ് ഈക്വൽ ടു 3k എന്ന് കിട്ടും. അവിടുന്ന് കെയുടെ വാല്യൂ 1 എന്ന് വരും. ഏത് ഇക്വേറ്റ് ചെയ്താലും കിട്ടും കേട്ടോ. ശരിയല്ലേ? ഇനിയിപ്പോൾ അവസാനത്തെ വേണ്ട -2k -2ഉം 4 തമ്മിൽ ഇക്വേറ്റ് ചെയ്താലും കിട്ടും. അതും കൂടെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചേക്കാം. -2k -2 ഇസ് ഈക്വൽ ടു -4. മൊത്തത്തിലൊരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2k + 2 ഈക്വൽ ടു 4. അവിടുന്ന് 2k ഈക്വൽ ടു 4 - 2 2 കെയുടെ വാല്യൂ 1. അപ്പോൾ ഏത് ഇക്വേറ്റ് ചെയ്താലും നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഏറ്റവും എളുപ്പമുള്ള ഞാൻ ആദ്യം പറഞ്ഞു 4 ഇസ് ഈക്വൽ ടു 4k. അതായത് 4k ഇസ് ഈക്വൽ ടു 4. ഫ്രം ദാറ്റ് k ഇസ് ഈക്വൽ ടു 4/4 ഇസ് ഈക്വൽ ടു 1. പരിപാടി വഴി ഓക്കെ ആണേ? സംഭവം സെറ്റാണേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. എക്സിന്റെ വൈയുടെയും വില കണ്ടുപിടിക്കാനാണ് ചോദ്യം. x ഇൻറ്റു മെട്രിക്സ് 2 3 പ്ലസ് y ഇൻറ്റു -1 1 ഇസ് ഈക്വൽ ടു 10 5. അങ്ങനെയാണെങ്കിൽ എക്സും കണ്ടുപിടിക്കണം, വൈയും കണ്ടുപിടിക്കണം. നോക്കി നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കണേ. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് വിത്ത് എ സ്കെയിലാർ. സ്കെയിലാർ ഉള്ളിലേക്ക് വരും. 2x 3x. ഇനി y ഉള്ളിലേക്ക് വരുമ്പോൾ -y എന്ന് വരും. ഇസ് ഈക്വൽ ടു എന്താണ്? 10 5. ഓക്കെ. ഇനി അഡീഷൻ ഓഫ് ടു മെട്രിക്സസ്. കറസ്പോണ്ടിങ് എലമെന്റ്സ് കൂട്ടാം. 2x + -y 2x - y എന്ന് വരും. 3x + y എന്ന് വരും. അടുത്തത് ഇസ് ഈക്വൽ ടു എന്താണ്? 10 5. അടുത്ത എന്താ? ഇക്വാലിറ്റി ഓഫ് ടു മെട്രിക്സസ്. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ സെയിം ആവണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റുകൾ സെയിം ആവണം. അതായത് 2x - y എന്ന് പറയുന്നത് 10നും ഈക്വൽ ആവണം. 3x + y എന്ന് പറയുന്നത് 5നും ഈക്വൽ ആവണം. ഓക്കെ. ഈ രണ്ട് ഇക്വേഷൻസ് കൂട്ടിയാൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 + 2. രണ്ട് ഇക്വേഷൻസ് കൂട്ടിക്കഴിഞ്ഞാൽ 3x 2x കൂട്ടിയാൽ 5x. +y - y ക്യാൻസൽ. 10 5 15.
അപ്പോൾ അവിടുന്ന് എക്സിൻ്റെ വില കിട്ടും 15/5. ആൻസർ എന്താണ്? 3. ഓക്കെ ആണേ. എക്സിൻ്റെ വാല്യൂ ഏതെങ്കിലും ഇക്വേഷനിൽ 1ലോ 2ലോ കൊടുത്താൽ നമുക്ക് വൈയും കിട്ടും. ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തു 2 × എക്സിൻ്റെ പ്ലേസിലോട്ട് താണ്ട എക്സിൻ്റെ പ്ലേസിലോട്ട് 3 കൊടുത്തു. -y = 10. അതായത് 6 - y = 10. അവിടുന്ന് -y അപ്പുറം പോയി +y ആയി 6 - 10 എന്ന് വരും. -4 കിട്ടും വൈയുടെ വാല്യൂ. ഓക്കെ ആണോ നോക്കണേ? ക്ലിയർ അല്ലയോ? സെറ്റ്. എക്സിൻ്റെ വാല്യൂ 3ഉം വൈയുടെ വാല്യൂ -4ഉം കിട്ടും. ഓക്കെ, ഫൈനലി വേണമെങ്കിൽ ഒന്ന് എടുത്ത് എഴുതിക്കോണേ. x = 3 and y = -4. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ. 17ാമത്തെ ചോദ്യം. A is a matrix of order 2/3. A എന്ന് പറയുന്നത് 2/3 ഓർഡറിലുള്ള ഒരു മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ A ട്രാൻസ്പോസിന്റെ ഓർഡർ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നോക്കണേ, A മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2/3 ആണ്. A ട്രാൻസ്പോസിന്റെ ഓർഡർ എന്തായിരിക്കും? ഓർഡർ നേരെ റിവേഴ്സ് ചെയ്യും, ശരിയല്ലേ? ഇപ്പം A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ, ആൻസർ A പാർട്ട്. ഇപ്പം A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ A/B ആണെങ്കിൽ A ട്രാൻസ്പോസിന്റെ ഓർഡർ എന്തായിരിക്കും? B/A ആയിരിക്കും. അതായത് റോനെ കോളം ആക്കും, കോളത്തിനെ റോ ആക്കും, അല്ലേ? അപ്പം തീർച്ചയായിട്ടും ഓർഡർ റിവേഴ്സ് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 2/3 ആണ്, അല്ലേ? A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ 2/3 ആണ്. അങ്ങനെയാണെങ്കിൽ A ട്രാൻസ്പോസിന്റെ ഓർഡർ എന്തായിരിക്കും? 3/2 ആയിരിക്കും. ഓക്കെ, ഓർഡർ നേരെ റിവേഴ്സ് ചെയ്യും. ദെൻ A ട്രാൻസ്പോസ് ബി ദ ഓർഡർ 3/2 എന്നുള്ളതാണ് ആൻസർ വരും. 3/2. ഓക്കെ ആണല്ലോ. ബി പാർട്ട് നമുക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എയും ബിയും സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സുകളാണ്. എയും ബിയും എങ്ങനെയുള്ള മെട്രിക്സുകളാണ്? സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സുകളാണ്. ഓഫ് സെയിം ഓർഡർ, ഒരേ ഓർഡറുള്ള സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സുകളാണ് എയും ബിയും. അങ്ങനെയാണെങ്കിൽ AB - BA എപ്രകാരമുള്ള ഒരു മെട്രിക്സ് ആണ് എന്നുള്ളതാണ് ചോദ്യം. AB - BA എന്നത് ഓപ്ഷൻ പ്രകാരം സിമെട്രിക് ആണോ, സ്ക്യൂ സിമെട്രിക് ആണോ, ഡയഗണൽ ആണോ, അതോ ഇതൊന്നും തന്നെ അല്ലേ എന്നൊക്കെയാണ് അറിയേണ്ടത്. ആദ്യം അവർ തന്നിരിക്കുന്നതിൽ നിന്ന് എന്ത് എഴുതാൻ നോക്കാം. എയും ബിയും സിമെട്രിക് മെട്രിക്സുകളാണ്. അതായത് A ട്രാൻസ്പോസ് എടുത്താൽ എനിക്ക് A കിട്ടും, B ട്രാൻസ്പോസ് എടുത്താൽ എനിക്ക് B കിട്ടും. അതാണ് അവിടെ നിന്നുള്ള കൺക്ലൂഷൻ, അല്ലേ? എയും ബിയും സിമെട്രിക് മെട്രിക്സുകളാണെന്ന് പറഞ്ഞാൽ A ട്രാൻസ്പോസ് എടുത്താൽ Aയും കിട്ടും, B ട്രാൻസ്പോസ് എടുത്താൽ Bയും കിട്ടും. അതാണ് സിമെട്രിക് ആണെന്ന് പറയുന്നതിനുള്ള കൺക്ലൂഷൻ. അതൊക്കെയാണല്ലോ. ഇനി AB - BA എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ, AB - BA എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ AB - BAയുടെ ട്രാൻസ്പോസ് എടുത്ത് നോക്കണം. ഓക്കെ, നമുക്ക് ഇവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ്ലി ട്രാൻസ്പോസ് എടുക്കാം. AB ട്രാൻസ്പോസ് - BA ട്രാൻസ്പോസ് എന്ന് വരും, ശരിയല്ലേ? AB ട്രാൻസ്പോസ് - BA ട്രാൻസ്പോസ്. ഇനി നിങ്ങൾ നോക്കൂ, ലോ ഓഫ് റിവേഴ്സൽ ഓഫ് ട്രാൻസ്പോസ്. A × B ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് B ട്രാൻസ്പോസ് × A ട്രാൻസ്പോസ് ആണ്. അതായത് രണ്ടാമതുള്ള ആളുടെ ട്രാൻസ്പോസ് ആദ്യമുള്ള ആളുടെ ട്രാൻസ്പോസ് രണ്ടാമത്. A × B ഹോൾ ട്രാൻസ്പോസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? റിവേഴ്സൽ ലോ ഇൻ ട്രാൻസ്പോസ് എന്ന് പറയും. ട്രാൻസ്പോസിലും റിവേഴ്സൽ ലോ ഉണ്ട്, ഇൻവേഴ്സിലും ഉണ്ട്. A × B ഹോൾ ഇൻവേഴ്സ് B ഇൻവേഴ്സ് × A ഇൻവേഴ്സ് ആണ്, ശരിയല്ലേ? അതേപോലെ പറഞ്ഞ മക്കളെ, B × A ഹോൾ ട്രാൻസ്പോസ്, രണ്ടാമത് കിടക്കുന്ന ആളുടെ ട്രാൻസ്പോസ് ആദ്യം, A ട്രാൻസ്പോസ് ആദ്യം, B ട്രാൻസ്പോസ് രണ്ടാമത്. ഇനി അവർ ആദ്യം പറഞ്ഞതിൻ്റെ ഗുണം നമ്മൾ എടുക്കാൻ പോവാം. ആദ്യത്തെ സെന്റൻസ് എയും ബിയും സിമെട്രിക് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിമെട്രിക് ആണെങ്കിൽ B ട്രാൻസ്പോസിനെ റീപ്ലേസ് ചെയ്ത് ഞാൻ B തന്നെ കൊടുത്തു, A ട്രാൻസ്പോസിനെ റീപ്ലേസ് ചെയ്ത് A തന്നെ കൊടുത്തു, -A ട്രാൻസ്പോസിനെ റീപ്ലേസ് ചെയ്ത് A, B ട്രാൻസ്പോസിനെ റീപ്ലേസ് ചെയ്ത് B. ഇനി ഇതാണ്ട ഇവിടുന്ന് ഒരു മൈനസും കൂടി ഇങ്ങ് പുറത്തെടുത്തേ. മൈനസ് പുറത്തെടുത്താൽ AB ആദ്യം എഴുതാം, -BA രണ്ടാമത് എഴുതാം. ഇനി നിങ്ങൾ നോക്കിയാൽ മക്കളെ, AB - BA ട്രാൻസ്പോസ് എടുത്തപ്പോൾ അതേ AB - BAയുടെ നെഗറ്റീവ് കിട്ടി, ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് A ട്രാൻസ്പോസ് എടുക്കുമ്പോൾ A തന്നെ കിട്ടുകയാണെങ്കിൽ A എന്ന് പറയുന്നത് സിമെട്രിക് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. A ട്രാൻസ്പോസ് എടുക്കുമ്പോൾ -A ആണ് കിട്ടുന്നതെങ്കിൽ A എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പഠിക്കുന്നുണ്ട്, അല്ലേ? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പഠിക്കുന്നുണ്ട്. A ട്രാൻസ്പോസ് എടുക്കുമ്പോൾ -A ആണെങ്കിൽ എന്താണ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്, ശരിയല്ലേ? ഇവിടെ നിങ്ങൾ നോക്ക്, AB - BA ട്രാൻസ്പോസ് എടുത്തപ്പോൾ അതേ AB - BAയുടെ നെഗറ്റീവ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. നെഗറ്റീവ് ആയിട്ടാണ് കിട്ടിയെങ്കിൽ സ്ക്യൂ സിമെട്രിക് ആണ് ആൻസർ വരിക. Therefore AB - BA is a സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഓപ്ഷൻ B ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണേ? 17 ചോദ്യങ്ങളൊക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ചോദ്യങ്ങളിലേക്ക് വരാം. 18ാമത്തെ ചോദ്യം.
ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് 3, 3, 4, -1 എന്നുള്ളതാണ് ചോദ്യം. 2x2 മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഇവാലുവേഷൻ ആണ്. നമുക്കറിയാം ഡിറ്റർമിനന്റ് ABCD എന്ന് പറഞ്ഞാൽ എന്താണ്? AD - BC ആണ്. ശരിയല്ലേ? അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തോരെന്ന് പറഞ്ഞേ? 3 × -1 -3 × 4 -3 -12 ആൻസർ എന്ത് വരും? -15. ഓക്കെ ആണല്ലോ? ക്ലിയർ? ഇനി 19ാമത്തെ ചോദ്യം നോക്കിയേ. ഡിറ്റർമിനന്റ് x1 1x എന്ന് പറഞ്ഞാൽ 15 ആണ്. അങ്ങനെയാണ് x കണ്ടുപിടിക്കണം. പറഞ്ഞേ x × x x² - 1 × 1 1 = 15. അതായത് x² = 15 + 1 എന്ന് വരും = 16. അതായത് x² = 16, x = √16 ± 4. എക്സിന്റെ വില എത്രയാണ്? +or-4. ഇനി നോക്കിക്കേ, ഈ ഡിറ്റർമിനന്റ് ഈക്വൽ ഒരിക്കലും 2x = 2 എന്ന് എഴുതി x = 1 എന്ന് എഴുതി വെക്കല്ലേ മക്കളെ. ഇത് മെട്രിക്സ് അല്ല, ഡിറ്റർമിനന്റ് ആണ്, മറന്നു പോകരുത് കേട്ടോ. സോ 2 × 1 2 എന്ത് വരും? -i4 20 = 2x × x 2x² -6 4 24. നോക്ക്, 2 ൽ നിന്ന് 20 കുറച്ചാൽ -18, -24 ഇപ്പുറം എടുത്താൽ +24 = 2x². അതായത് 2x² = 24ൽ നിന്ന് 18 കുറച്ചാൽ 6. അവിടുന്ന് x² = 6/2 3. അവിടുന്ന് x = ±√3. എക്സിന്റെ വാല്യൂ എന്താണ് കേട്ടോ? ±√3. 21ാമത്തെ ചോദ്യം ഒരു ഡിറ്റർമിനന്റ് ഇവാലുവേഷൻ ചെയ്യാനാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞേ, cos θ × cos θ cos² θ - sin θ × sin θ sin² θ. ശരിയാണേ? എന്തോരോടാ അപ്പൊ ഫൈനലി? സോ ദിസ് ഈസ് ഈക്വൽ ടു cos² θ, 2 മൈനസുകൾ ചേർന്ന് പ്ലസ് ആയി sin² θ. sin² θയും cos² θയും കൂട്ടി 1 വരും ആൻസർ. ശരിയാണേ? sin² θ + cos² θ എന്താണെന്നറിയാം? 1 ആണെന്നറിയാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 21 ചോദ്യങ്ങളായി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സോ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിറ്റർമിനന്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു essay ടൈപ്പ് ചോദ്യമാണ്. ഒറ്റയടിക്ക് ഒരു നല്ല സ്കോർ, ഒരു നല്ല മാർക്ക് കൈ നിൽക്കുന്ന ചോദ്യം. നോക്ക്, യൂസിങ് മെട്രിക്സ് മെത്തേഡ് സോൾവ്. മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാനുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ സ്റ്റെപ്സ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചോണേ മക്കളെ. നോക്കിയോ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കോയിഫിഷ്യന്റ് മെട്രിക്സ് എഴുതുക എന്നുള്ളതാണ്. എക്സിന്റെയും വൈന്റെയും ഇസഡിന്റെയും കോയിഫിഷ്യന്റുകളുടെ മെട്രിക്സ്. ആദ്യത്തെ ഇക്വേഷനിൽ എക്സിന്റെ കോയിഫിഷ്യന്റ് 1, വൈയുടെ 1, ഇസഡിൻ്റെത് 2. രണ്ടാമത്തെ ഇക്വേഷനിൽ 2 -1 3. മൂന്നാമത്തെ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ 3 -1 -1. അപ്പോൾ ഇതാണ് കോയിഫിഷ്യന്റ് മെട്രിക്സ്. കോയിഫിഷ്യന്റ് മെട്രിക്സിന്റെ കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. നോക്കൂ, അടുത്ത നിങ്ങൾ എഴുതി വെക്കേണ്ടത് കോൺസ്റ്റന്റ് മെട്രിക്സ് ബി ആണ്. ബി എന്ന് പറയുന്ന റൈറ്റ് സൈഡിലുള്ള 4 9 2 ഇവർ 3 പേരും അടങ്ങുന്ന മെട്രിക്സ് ആണ് കോൺസ്റ്റന്റ് മെട്രിക്സ്. പിന്നെ വേരിയബിൾ മെട്രിക്സ് ഒരു എക്സും കൂടെ എഴുതി വെച്ചോണം. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ട വേരിയബിൾസ്? എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനാണ് എക്സ് എന്ന കോളം മെട്രിക്സ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ എഴുതി വെക്കുന്നതിന് മാർക്കുണ്ട് മക്കളെ, മറന്നു പോകരുത്. ഇനി എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് ഇൻറ്റു ബി. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ ഈ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നറിയാൻ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിച്ച് നോക്കണം. അപ്പോൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ എന്ന് അറിയാൻ പറ്റും. ഡിറ്റർമിനന്റ് 0 ആയി കഴിഞ്ഞാൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഡിവിഷൻ ബൈ 0 കണ്ടുപിടിച്ചിട്ടില്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിറ്റർമിനന്റ് ഓഫ് 0 ആണെങ്കിൽ മുന്നോട്ട് ചെയ്തുകൊണ്ട് ആവശ്യമില്ല. നോ സൊല്യൂഷൻ എഴുതി കൺക്ലൂഡ് ചെയ്യാം. 0 ഇവിടെ നമുക്ക് എന്തായാലും സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റിനേ വരുള്ളൂ. ഡിറ്റർമിനന്റ് നോൺ 0 ആയിരിക്കും നമുക്ക് കിട്ടുക. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടി അതാണ് കേട്ടോ. അഡ്ജോയിന്റ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ആദ്യമേ ഡിറ്റർമിനന്റ് ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു പറഞ്ഞേ 1 ഇൻറ്റു 1 ഉള്ള റോയും കോളവും പോയി -1 ഇൻറ്റു -1 1 -1 ഇൻറ്റു 3 -3 -1 ഇൻറ്റു 1 ഉള്ള റോ കോളവും പോയി 2 ഇൻറ്റു -1 -2 -3 ഇൻറ്റു 3 9 +2 ഇൻറ്റു 2 ഉള്ള റോയും കോളവും പോയി 2 ഇൻറ്റു -1 -2 -3 ഇൻറ്റു -1 -3.
ഓക്കെ, 3/3യുടെ ഡിറ്റർമിൻ്റ് ഇവാലുവേഷൻ ആണ് പറഞ്ഞത്. നോക്ക് ഇവിടെ 2 മൈനസ് പ്ലസ് ആവും, 3 + 1 4 ആവും, -2 - 9 -11 വരും, പ്ലസ് 2 × -2 + 3 3 - 2 1 വരും. അതായത് 4 + 11 + 2 = എന്ത് വരും? 17 വരും. 17 ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. 17 എന്തിന് തുല്യമല്ല? 0-ന് തുല്യമല്ല. 0 ആണെങ്കിലേ പ്രശ്നമുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആണ് ആൻഡ് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും. യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അത് സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്തെടുക്കണം? അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം. അഡ്ജോയിന്റ് നോക്കണേ. അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്നത് നമ്മളൊരു ട്രിക്ക് ഉപയോഗിച്ചാണ്. ട്രിക്ക് എല്ലാവരും ശ്രദ്ധിച്ച് പഠിച്ചോണേ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി നല്ലോണം ശ്രദ്ധിച്ച് ചെയ്തോണേ. ആദ്യം ഈ എ മെട്രിക്സ് അങ്ങ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുക. നോക്ക് 1 1 2 2 -1 3 3 -1 -1 എ മെട്രിക്സ് ഞാൻ എന്ത് ചെയ്തു? അതേപോലെ എഴുതി. ഓക്കെ, ഇനി ഫസ്റ്റ് കോളം റിപ്പീറ്റ് ചെയ്യുക. ഫസ്റ്റ് കോളം 1 2 3. സെക്കൻഡ് കോളം റിപ്പീറ്റ് ചെയ്യുക 1 -1 -1. ഓക്കെ ആണേ. ഇനി നിങ്ങൾ ഈ ഫസ്റ്റ് റോ താഴേക്ക് റിപ്പീറ്റ് ചെയ്യുക 1 1 2 1 1. സെക്കൻഡ് റോ താഴേക്ക് റിപ്പീറ്റ് ചെയ്യുക 2 -1 3 2 -1. എന്നിട്ട് ഫസ്റ്റ് റോയും ക്യാൻസൽ ചെയ്യുക, ഫസ്റ്റ് കോളവും ക്യാൻസൽ ചെയ്യുക. ഓക്കെ, ഇത്രയും പരിപാടി എല്ലാവർക്കും പിടികിട്ടിയല്ലോ. ഇത് അതേപോലെ എഴുതുന്നു. ഫസ്റ്റ് കോളം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് 2 റോസ് താഴേക്ക് റിപ്പീറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം അത് എഴുതിയതിന് ശേഷം ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ വേണ്ട നേരെ ഞാൻ എന്തിലേക്ക് പോവാണ്? അഡ്ജോയിന്റ് ഓഫ് എയിലേക്ക് പോവാണ്. അഡ്ജോയിന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഴുതുന്ന ശ്രദ്ധിച്ചോണേ മക്കളെ. ഡിറ്റർമിൻ്റ് ഇവാലുവേഷൻ 2/2 മൈനർ ഡിറ്റർമിൻ്റ് ഇവാലുവേഷൻ തന്നെയാണ് നിങ്ങളിവിടെ ചെയ്യുന്നത്. നോക്ക് -1 × -1 എന്ത് വരും? 1 -1 × 3 -3 1 + 3 ആൻസർ എന്ത് വരും? 4 എന്നുള്ള ആൻസർ ആദ്യം എഴുതുക. ഓക്കെ ആണേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്ന കോളം വൈസാണ്, താഴോട്ടാണ് ചെയ്യുന്നത്. ആൻസർ എഴുതി പോകുന്ന റോ വൈസാണ്. അത് ശ്രദ്ധിച്ചോണേ. പിടികിട്ടിയോ മക്കളെ? അടുത്ത എലമെന്റ് പറഞ്ഞു നിങ്ങൾ. -1 × 2 എന്ത് വരും? -2 -1 × -1 -1 -2 + 1 ആൻസർ എന്ത് വരും? -1. ആ -1 വലത്തോട്ട് വേണം എഴുതാൻ. ആൻസർ ചെയ്തു പോകുന്നു കോളം വൈസ്, ഇത് പ്രോസസ്സ് ചെയ്യുന്നത് കോളം വൈസ്, ആൻസർ എഴുതുന്ന റോ വൈസ്. പിടികിട്ടിയോ? അടുത്ത 3 × 1 3 -1 × 2 -2. അപ്പോൾ 3 + 2 ആൻസർ എന്ത് വരും? 5. ഇനി പെട്ടെന്ന് ചെയ്തു പോകാമല്ലോ. അടുത്ത പറഞ്ഞേ 3 × 3 9 -1 × 2 -2 9 + 2 ആൻസർ എന്ത് വരും? 11. അടുത്ത -1 × 1 -1 -2 × 3 6 ആൻസർ എന്ത് വരും? -7. അടുത്ത 2 × 2 4 -3 × 1 3 4 -3 -1. ശരിയാണല്ലോ. അടുത്ത 2 × -1 -2 -3 × -1 -3 -2 + 3 3 -2 1. അടുത്ത 3 - 3 × 1 3 -1 × -1 -1 3 + 1 4. അടുത്ത 1 × -1 -1 -2 × 1 2 -2 -1 -3. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത്. അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 4 - 1 5 11 -7 -1 1 4 -3. ഓക്കെ ആണേ. ഇനി ഇതാണ്ട് ഈ ഇക്വേഷനിലേക്ക് ഈ വിലകളൊക്കെ കൊടുക്കാൻ പോവാം. അഡ്ജോയിന്റ് ഓഫ് എയുടെ പ്ലേസിലോട്ട് ഇയാളെ കൊടുക്കണം. ഡിറ്റർമിന്റ് ഓഫ് എയുടെ പ്ലേസിലോട്ട് 17 കൊടുക്കണം. ബിയുടെ പ്ലേസിലോട്ട് ദണ്ട് ഈ കാണുന്ന മെട്രിക്സ് കൊടുക്കണം. ഓക്കെ, ഈ കാണുന്ന വാല്യൂസ് ഒക്കെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് നോക്കാം. സോ മക്കളെ, നമ്മുടെ ഒരു എലമെന്റ് എൻ്റെ ഇവിടെ +1 ആയിരുന്നു വരുന്നത് അല്ലേ? വേണ്ടേ 2 × 2 4 -3 ഞാൻ അറിയാതെ -1 എന്നാണ് എഴുതിയത്. ആൻസർ 1 ആയിരുന്നു. അത് തിരുത്തുന്നുണ്ടേ, ഇവിടെ 1 ആക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള എല്ലാ എലമെന്റുകളും കറക്റ്റാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു.
ഇനി തന്നെ ഇങ്ങോട്ട് വാല്യൂ കൊടുത്തേ. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എയുടെ പ്ലേസിലോട്ട് 4 -1 5 11 -7 1 1 4 -3. ബിയുടെ പ്ലേസിലോട്ട് 4 9 2. ഡിറ്റർമിൻ്റ് ഓഫ് എയുടെ പ്ലേസിലോട്ട് 17. ഓക്കെ, അത് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 17 കൊണ്ട് ഹരിക്കാം. ഇത് റോ വൈസ് തിരിക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു പറഞ്ഞടാ 4 × 4 16 -1 × 9 -9 5 × 2 +10. ഇനി 11 × 4 44 -7 × 9 97 56 സോറി 97 63 അല്ലേ 97 63 +2. ഓക്കെ, ഇനി അടുത്ത് 1 × 4 4 4 × 9 36 -23 ഡിവൈഡഡ് ബൈ എന്തുണ്ട് 17 ഉണ്ട്. ഓക്കെ ആണല്ലോ. സോ ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? XYZ ആണെന്ന് അറിയാലോ. നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് എക്സ് ഇസ് ഈക്വൽ ടു XYZ. ഇനി ഇതണ്ട ഇത് സോൾവ് ചെയ്തേ. 16 ന്ന് 9 കുറച്ചാൽ എത്ര വരും? 9ഉം 7ഉം ആണ് 16 അല്ലേ? 7 വരും. 7ഉം 10ഉം കൂടെ കൂട്ടി 17 വരും. ഇനി 44ഉം 2ഉം കൂടെ കൂട്ടിയാൽ 46. 63ൽ നിന്നും 46 കുറയ്ക്കണം. ഓക്കെ, 13ൽ നിന്ന് 3 4 5 6 കുറച്ചാൽ 7 വരും. ഇവിടുന്ന് ഒരു 1 ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 1 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താണോ 5 5ൽ നിന്ന് 4 കുറച്ച് 1 17 വരും. ശരിയാണേ. 63ൽ നിന്നും 46 കുറയ്ക്കുന്നതാണ് 17. പക്ഷെ ഇത് ശരിക്കും തിരിച്ചല്ലേ കുറയ്ക്കുന്നത്? നമ്മൾ 46ൽ നിന്നാണ് 63 കുറയ്ക്കുന്നത്. അപ്പോൾ ഉത്തരം -17 വരും. ഓക്കെ, ഇനി അടുത്ത 36ഉം 4ഉം 40. 40ൽ നിന്ന് 6 കുറച്ച് 36. ഓക്കെ ആണല്ലോ. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 17 ഉണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു 17/17 1 -17/17 -1 34 വരുന്നത്. നോക്കണേ മക്കളെ, 34 ആണ്. 36 4 40 40ൽ നിന്ന് 6 കുറച്ച് 34 34/17 2. ഓക്കെ ആണല്ലോ. അതായത് XYZ ഇസ് ഈക്വൽ ടു 1 1 1 -1 2 എന്ന് കിട്ടും. ശരിയാണേ. XYZ ഇസ് ഈക്വൽ ടു 1 1 -1 2. നമ്മൾ എന്ത് ചെയ്യുന്നു? കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റുകൾ ഇക്വേറ്റ് ചെയ്യുക. കറസ്പോണ്ടിങ് എലമെന്റ് ഇക്വാലിറ്റി ഓഫ് മെട്രിക്സസ് അനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റുകൾ ഇക്വേറ്റ് ചെയ്താൽ X ഇസ് ഈക്വൽ ടു 1 വരും, Y ഇസ് ഈക്വൽ ടു -1 വരും, Z ഇസ് ഈക്വൽ ടു 2 വരും അല്ലെ. X ഇസ് ഈക്വൽ ടു 1, Y ഇസ് ഈക്വൽ ടു -1 ആൻഡ് Z ഇസ് ഈക്വൽ ടു 2. ഇത് ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യനാണ് 100%. ഓക്കെ, അടുത്ത നോക്കാം. 23ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ f(x) ഇസ് ഈക്വൽ ടു x³ + 3 if x not equal to 0 and 1 if x equal to 0 is not continuous at x equal to 0. x equal to 0യിൽ ഈ ഫംഗ്ഷൻ തുടർച്ചയുള്ള ഫംഗ്ഷൻ അല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ല എന്ന് തെളിയിക്കുക എന്നതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കാണിച്ചാൽ പോരെ. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? x ഇസ് ഈക്വൽ ടു a എന്ന് പറയുന്ന പോയിന്റിൽ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ തുടർച്ചയുള്ള ഫംഗ്ഷൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആവണമെങ്കിൽ ലിമിറ്റ് x ടെൻസ് ടു a f(x) ഇസ് ഈക്വൽ ടു f(a) ആവണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. ലിമിറ്റ് x ടെൻസ് ടു a f(x) ഇസ് ഈക്വൽ ടു f(a) ആവണം. ഓക്കെ, ഇവിടെ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു കണ്ടീഷൻ ആയതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എടുത്തത്. ഇനി ഈ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്യുന്ന, അതായത് ലെസ് ദാനിലും ഗ്രേറ്റർ ദാനിലും വ്യത്യസ്ത സ്വഭാവമാണെങ്കിൽ ഈ ലിമിറ്റ് x ടെൻസ് ടു a നമുക്ക് നേരിട്ട് എടുക്കാൻ പറ്റില്ല. അതിന് പകരം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ആയിട്ട് തിരിച്ചെടുക്കണം. അതായത് എക്സിന്റെ വാല്യൂ a കുറയുമ്പോൾ ലിമിറ്റ് x ടെൻസ് ടു a മൈനസ് f(x) ഇസ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് എക്സിന്റെ വാല്യൂ a കൂടുമ്പോൾ ലിമിറ്റ് x ടെൻസ് ടു a പ്ലസ് f(x) ഇസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു a f(x) ഇസ് ഈക്വൽ ടു f(a) ആവണം. അല്ലെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു f(a) എന്ന് പറഞ്ഞാൽ മതി. ദിസ് ഈസ് ഈക്വൽ ടു f(a). ഇപ്പോഴാണ് ആ ഫംഗ്ഷൻ എന്താവുന്നത്. അതായത് ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു കണ്ടീഷൻ വരുമ്പോഴും ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ കണ്ടീഷൻ വരുമ്പോൾ ഈ ഫോർമുല ഉപയോഗിക്കും. ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു കണ്ടീഷൻ വരുമ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കും കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരം. ഓക്കെ,
അപ്പോൾ നമുക്കിവിടെ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു കണ്ടീഷനാണ്, ഈക്വലും നോട്ട് ഈക്വലും ഒക്കെയാണ്. അപ്പോൾ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് 0 എന്ന പോയിന്റിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ വെൻ എക്സ് അപ്രോച്ചസ് ടു 0, എക്സ് 0യ്ക്ക് തുല്യമായിട്ടില്ല, നോട്ട് ഈക്വൽ ടു 0 ആണ്. കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആരാണ്? എക്സ് ക്യൂബ് പ്ലസ് 3. ഓക്കെ, എക്സിൻ്റെ വില കൊടുക്കാം 0ൻ്റെ ക്യൂബ് പ്ലസ് 3, ആൻസർ 3 വരും. ഓക്കെ, അതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. ഇനി എഫ് ഓഫ് എ കണ്ടുപിടിക്കണം, അതായത് എഫ് ഓഫ് 0 കണ്ടുപിടിക്കണം. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വില, എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വില 1 ആണ്. രണ്ടും തുല്യമാണോ? 1 നോട്ട് ഈക്വൽ ടു 3 ആണല്ലോ, ശരിയല്ലേ? അതായത് ദർഫോർ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 0. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്തിന് ഈക്വൽ അല്ല? എഫ് ഓഫ് 0ക്ക് തുല്യമല്ല. അതുകൊണ്ട് തന്നെ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ദർഫോർ എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു kx plus 1 if x less than or equal to 5 and 3x minus 5 if x greater than 5 is continuous at x equal to 5. x equal to 5 ഈ ഫംഗ്ഷൻ തുടർച്ചയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. നോക്ക്, എക്സ് ഈക്വൽ ടു 5ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ 5ലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആവണം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും സെയിം ആവണം. കാരണം കണ്ടിന്യൂസ് ആണ് എന്നവർ പറഞ്ഞേക്കുക. അപ്പോൾ ഈ കണ്ടീഷൻ ശരിയായേ പറ്റത്തുള്ളൂ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5, എക്സിൻ്റെ വാല്യൂ 5നേക്കാൾ കുറയുമ്പോൾ ഉള്ള എഫ് ഓഫ് എക്സ് ആരാണ്? കെ എക്സ് പ്ലസ് 1 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എക്സിൻ്റെ വാല്യൂ 5നേക്കാൾ കൂടുമ്പോൾ ഉള്ള എഫ് ഓഫ് എക്സ് ആരാണ്? 3x മൈനസ് 5 ആണ്. ഓക്കെ, സോ ലിമിറ്റ് കൊടുത്തേ. ഇവിടെ എക്സിന് 5 കൊടുത്താൽ 5k പ്ലസ് 1 ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സിന് 5 കൊടുത്താൽ 3 ഇൻറ്റു 5 മൈനസ് 5, 15 മൈനസ് 5, ആൻസർ 10 വരും. അതായത് 5k പ്ലസ് 1 ആണ് നമുക്കിപ്പോൾ 10 കിട്ടിയിരിക്കുന്നത്. അവിടുന്ന് 5k ഇസ് ഈക്വൽ ടു 10 മൈനസ് 1 ഇസ് ഈക്വൽ ടു 9. ഫ്രം ദാറ്റ് k ഇസ് ഈക്വൽ ടു 9 ഡിവൈഡഡ് ബൈ 5. കെയുടെ വാല്യൂ എത്രയാണ് കിട്ടുക? 9/5 ആണ് കിട്ടുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത 25ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് ഓഫ് ടാൻ എക്സ് എന്നുള്ളതാണ് ചോദ്യം. റൂട്ട് ടാൻ എക്സ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. നോക്ക്, റൂട്ട് ടാൻ എക്സ് ഡെറിവേറ്റീവ് എന്താണ്? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ലെറ്റ് y ഇസ് ഈക്വൽ ടു റൂട്ട് ടാൻ എക്സ് എടുക്കുക. ഇതിൻ്റെ ഡെറിവേറ്റീവ് dy/dx എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെയിൻ റൂളാണ്. ചെയിൻ റൂൾ. ഇവിടെ ഏറ്റവും പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ റൂട്ടാണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ അത് പ്രകാരം റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് ആദ്യം എടുക്കുക. 1/2 റൂട്ട് എക്സിൻ്റെ പ്ലേസിൽ ടാൻ എക്സ് ഇൻറ്റു അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ടാൻ എക്സ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 6² എക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ആൻസർ എന്ത് വരും? 6² ഡിവൈഡഡ് ബൈ 2 റൂട്ട് ടാൻ എക്സ് എന്ന് വരും ആൻസർ. 6² ഡിവൈഡഡ് ബൈ 2 റൂട്ട് ടാൻ എക്സ്. ഓക്കെ, ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു 25 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാം വളരെ പ്രതീക്ഷിക്കാവുന്ന പ്രാധാന്യാർഹിതമായ ചോദ്യങ്ങൾ തന്നെയാണ്. ഇനിയുമുണ്ട് കുറേ കൂടെ പ്രാധാന്യാർഹിതമായ ചോദ്യങ്ങൾ. നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് മസ്റ്റായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.